നമസ്കാരം. മുസ്ലിം പെൺകുട്ടികളെ CPM തട്ടിക്കൊണ്ടുപോയി മിശ്ര വിവാഹം നടത്തുന്നു എന്ന ആരോപണവുമായി സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി. പാർട്ടി ഓഫീസുകളിൽ നേതാക്കളുടെ സാന്നിധ്യത്തിൽ മുസ്ലിം പെൺകുട്ടികളെ അമുസ്ലിങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുകയാണെന്നും മഹൽ ജമാഅത്തുകൾ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും ഫൈസി ആവശ്യപ്പെട്ടു. തട്ടിക്കൊണ്ടുപോവുക എന്നതുകൊണ്ട് പ്രണയിച്ച് വശീകരിക്കുക എന്നാണ് ഉദ്ദേശിച്ചതെന്ന് നാസർ ഫൈസി പിന്നീട് വിശദീകരിച്ചു. വിവാഹം കഴിക്കുന്നത് ഓരോ വ്യക്തിയും അവരുടെ തീരുമാനമനുസരിച്ചാണെന്ന് DYFI മറുപടി നൽകി. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. മിശ്ര വിവാഹത്തെ പേടിക്കുന്നതാരൊക്കെ? നാസർ ഫൈസിയുടേത് വിദ്വേഷ പ്രസംഗമോ? ലവ് ജിഹാദ് മോഡൽ പ്രചാരണത്തിന് സമസ്തയും ഇറങ്ങുകയാണോ? ഫൈസിയുടെ ലക്ഷ്യം വേറെ എന്തെങ്കിലുമാണോ? ഈ ചർച്ചയിൽ ശ്രീ അബൂബക്കർ ഫൈസി മലയമ്മയെ പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ ഷിജു ഖാൻ DYFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി, രാഹുൽ ഈശ്വർ, ദിനുവെയിൽ, MSF നേതാവ് തൊഹാനി എന്നിവർ ചർച്ചയിലേക്ക്. എന്തൊക്കെയാണ് ഷിജു ഖാനി കേൾക്കുന്നത്? മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക, അവരെ പാർട്ടി ഓഫീസിൽ വെച്ച് നേതാക്കളുടെ സാന്നിധ്യത്തിൽ അമുസ്ലിങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുക, അങ്ങനെ ഒരു സങ്കര സംസ്കാരം ഉണ്ടാക്കുക, എന്നൊക്കെ ചെയ്യാമോ? ശ്രീ നാസർ ഫൈസി കൂടത്തായിയുടെ പ്രതികരണം, അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. അത് ഒരു ആധുനിക സമൂഹത്തിന് തീരെ യോജിച്ച പ്രതികരണമല്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും ഒക്കെ സംരക്ഷിക്കാൻ പൊതുവിൽ മതേതര ചേരി ശക്തിപ്പെട്ടു വരികയും കേരളത്തിലെ ന്യൂനപക്ഷ സംഘടനകളിൽ പ്രബല സംഘടനകളായിട്ടുള്ള സുന്നി സംഘടനകളടക്കം ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പല വിധത്തിലുമുള്ള ക്യാമ്പയിനുകളിൽ അണിചേരുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ ശ്രീ നാസർ ഫൈസി കൂടത്തായിയുടെ സ്റ്റേറ്റ്മെന്റ് ദൗർഭാഗ്യകരമാണ്. അത് പിൻവലിക്കപ്പെടേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള സ്പെഷ്യൽ മാരേജ് ആക്ട്, ഹിന്ദു വിവാഹ നിയമവും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സിഖ്, ജൈന, ബുദ്ധ മതവിഭാഗത്തിൽപ്പെട്ടവർ ആ പരിധിയിലും, മുസ്ലിം, ക്രിസ്ത്യൻ പിന്നെ വിവാഹ രീതികളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പ്രത്യേകമായും രാജ്യത്തുണ്ട്. അതുകൂടാതെ സ്പെഷ്യൽ മാരേജ് ആക്ടും നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ആ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹിതരാകാൻ മറ്റേതെങ്കിലും പിന്നീട് മതപരമായ ആചാരാനുഷ്ഠാനങ്ങളുടെ ആവശ്യകതയുമില്ല. അതാണ് സ്പെഷ്യൽ മാരേജ് ആക്ട്. പിന്നെ അതിൻ്റെ പ്രസക്തി അതാണ്. പിന്നെ അതോടൊപ്പം പിന്നെ DYFIയെ സംബന്ധിച്ച് അദ്ദേഹം ഇതിലേക്ക് വലിച്ചിഴക്കുകയുണ്ടായി. DYFIയും CPIM-ഉം ഒക്കെ ഇപ്രകാരം അദ്ദേഹം ഒരു കടന്ന പ്രയോഗമാണ് നടത്തിയത്. തട്ടിക്കൊണ്ടുപോയി പിന്നീട് വിവാഹം കഴിക്കുന്നു എന്ന നിലയിലാണ്. പിന്നീട് തന്നെ അദ്ദേഹം തിരുത്തി, തട്ടിക്കൊണ്ടുപോക്കല്ല, അത് മാനസികമായിട്ട് പ്രേമിച്ച് വശംവദരാക്കുന്ന രീതിയാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. സെക്കുലർ മാട്രിമോണിയൊക്കെ നടത്തിയിരുന്നത് DYFI അല്ലേ? പിന്നെ DYFI നേതാക്കൾ മതം വിട്ട് കല്യാണം കഴിക്കുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ല, ഞാനതാണ് പറഞ്ഞത്. ഇപ്പൊ DYFIയെ സംബന്ധിച്ച് കേരളത്തിലും ഇന്ത്യയിലും വ്യത്യസ്തങ്ങളായ സമര പ്രവർത്തനങ്ങളും മതേതര ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കാനുള്ള ബഹുമുഖ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുന്ന സംഘടനയാണ്. DYFI ഏതെങ്കിലും ഒരു പിന്നെ വ്യത്യസ്തങ്ങളായ മതത്തിൽപ്പെട്ടവർ DYFIയുടെ ഭാഗമായിട്ടും വിവാഹം കഴിക്കുന്നുണ്ട്, പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടും വിവാഹം കഴിക്കുന്നുണ്ട്. അതൊക്കെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളെ അംഗീകരിച്ചുകൊണ്ടും ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ടും സ്പെഷ്യൽ മാരേജ് ആക്ടിനെ അംഗീകരിച്ചുകൊണ്ടും ഒക്കെയാണ് എല്ലാ പിന്നെ ആളുകളും മുന്നോട്ട് പോകുന്നത്. അപ്പൊ DYFIക്ക് ഇതിൽ പ്രത്യേകമായ എന്തോ ഒരു താല്പര്യമാണ് അദ്ദേഹം കണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രതികരണം ശരിയായില്ല. പിന്നെ ഈ RSSും അതോടൊപ്പം ഹിന്ദുത്വ സംഘടനകളും ഒക്കെ ഈ ലവ് ജിഹാദ് പോലുള്ള വാദങ്ങൾ ഉയർത്തി ഹിന്ദു പെൺകുട്ടികളെ ഈ മുസ്ലിം ചെറുപ്പക്കാർ കൊണ്ടുപോകുന്നുവെന്ന് ഒരു ഭാഗത്ത് പിന്നീട് മുറവിളി മുഴക്കുമ്പോൾ മറ്റു ചില തീവ്ര ക്രിസ്ത്യൻ പിന്നെ സംഘടനകൾ ക്രിസ്ത്യൻ ജനവിഭാഗത്തിൽ നിന്ന് പെൺകുട്ടികളെ മറ്റു ചിലർ കൊണ്ടുപോകുന്നു എന്ന് മുറവിളി കൂട്ടുമ്പോൾ ഇതാ മുസ്ലിം പെൺകുട്ടികളെയും മറ്റു ചില ആളുകൾ കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെയും തീവ്ര ക്രിസ്ത്യൻ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരുടെയും പ്രതികരണത്തിന്റെ മറ്റൊരു വകഭേദമാണോ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ എന്ന് തീർച്ചയായിട്ടും സംശയിക്കേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സംഘടനയും സുന്നി സംഘടനകളും കേരളത്തിലെ ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കാനുള്ള വിപുലമായ പ്ലാറ്റ്ഫോമിൽ വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇപ്രകാരമുള്ള ഒറ്റപ്പെട്ട പ്രതികരണം തീർച്ചയായിട്ടും അദ്ദേഹം പിൻവലിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ശരി, അബൂബക്കർ ഫൈസി മലയമ്മ,
നമ്മോടൊപ്പം ചേരുന്നു. പക്ഷേ അബൂബക്കർ ഫൈസി, ഉത്തരേന്ത്യയിൽ ലവ് ജിഹാദ് ക്യാമ്പയിൻ നടത്തുന്നത് സംഘപരിവാർ സംഘടനകളാണ്. ഹിന്ദു യുവതികളെ മുസ്ലിം ചെറുപ്പക്കാർ തട്ടിക്കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഉത്തരേന്ത്യയിലെ സംഘപരിവാർ പ്രചരണം. കേരളത്തിൽ നേരെ തിരിച്ച് മുസ്ലിം യുവതികളെ ഡിവൈഎഫ്ഐക്കാർ തട്ടിക്കൊണ്ടുപോകുന്നു എന്ന് ഒരു ക്യാമ്പയിൻ സമസ്ത ഏറ്റെടുക്കുകയാണ്. ഉത്തരേന്ത്യയിലെ സംഘപരിവാറിന്റെ ബദലാണോ കേരളത്തിലെ സമസ്ത? നാസർബിക്ക് കൂടത്തായി SMFന്റെ മഹല്ല് സാരഥി സംഗമത്തിലാണ് ഈ വിഷയം പറഞ്ഞത്. അത് മഹല്ല് ജമാഅത്ത് ഭാരവാഹികൾ മത ധാർമ്മിക മൂല്യങ്ങളെയും വിശേഷിച്ചും ഇസ്ലാം മതപരമായി വൈവാഹിക രംഗത്ത് ഉയർത്തുന്ന കാഴ്ചപ്പാടുകളെയും അവർ ഉണർത്തി സംസാരിച്ചതാണ്. എന്നല്ലാതെ ഇവിടുത്തെ CPIMO DYFIയോ മുസ്ലിം പെൺകുട്ടികൾ തട്ടിക്കൊണ്ടുപോകുന്നതല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. മറിച്ച് കമ്മ്യൂണിസം എന്ന് പറയുന്നത് അത് മതനിരാശത്തിൽ അധിഷ്ഠിതമാണ്. പ്രാദേശികമായി ഞാൻ കൃത്യമായി അതിന്റെ എവിഡൻസ് ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ പലപ്പോഴായി നമ്മുടെ പത്രമാധ്യമം അബൂബക്കർ ഫൈസി, നമ്മളൊരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കാനുള്ള മുമ്പ് ഇടുക്കി ബിഷപ്പ് ഇതുപോലെ അവരുടെ മതപരമായ ഒരു കൂട്ടായ്മയിൽ പറഞ്ഞ കാര്യത്തെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ആ ബിഷപ്പ് പറഞ്ഞത് ക്രിസ്ത്യൻ വിഭാഗത്തിലെ യുവതികളെ മാതാപിതാക്കൾ സൂക്ഷിക്കണം, അവരെ രണ്ടു കൂട്ടർ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അതിന്റെ എക്സാക്ട് വേർഡ്സ് ഒന്നും പറയുന്നില്ല. അത് തന്നെയാണ്. അപ്പൊ അന്ന് വലിയ തോതിൽ എല്ലാ സംഘടനകളും ഇടുക്കി ബിഷപ്പ് ഭയങ്കര മോശമായ വർത്താനാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഈ നാസർ ഫൈസി പറഞ്ഞ കാര്യം മഹത്തായ കാര്യമാണെന്ന് പറയരുത്. എല്ലാം ഒന്ന് തന്നെയാണ്. ഞാൻ അങ്ങനെയല്ല അത് പറഞ്ഞത്. ബഹുസ്വര സമൂഹത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന, സ്പെഷ്യൽ മാരേജ് ആക്ട് പോലത്തെ വിഷയങ്ങളെ നിരാകരിച്ചുകൊണ്ടല്ല സംസാരം. ഒരു മുസ്ലിം എന്ന് പറയുന്ന ഒരു മതവിശ്വാസിക്കും മതത്തിന്റെ ശാസനകളും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ സ്വാഭാവികമായും മതവിശ്വാസികളോട് മതം പറയുന്ന കൂട്ടത്തിൽ മതം സംരക്ഷിക്കേണ്ടത് അത് അതിന്റെ വൈവാഹിക രംഗത്ത് പോലും അതിന്റെ കടമകൾ പറയേണ്ടത് അതിന്റെ അങ്ങനെയാണെങ്കിൽ ഈ സംഘപരിവാർ ഹിന്ദു വിശ്വാസികളോടല്ലേ പറയുന്നത് നിങ്ങളുടെ മതത്തിൽ നിന്ന് ആരും പോകാൻ പാടില്ല, അവരെയൊക്കെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഇടുക്കി ബിഷപ്പും മറ്റ് ബിഷപ്പുമാരും ഒക്കെ അവരുടെ സമൂഹത്തിലല്ലേ പറയുന്നത്. അപ്പൊ പിന്നെ അവരെ വിമർശിക്കാൻ പാടുണ്ടോ? രണ്ട് ആംഗിൾ ഞങ്ങൾ പറയുന്നത്. രണ്ട് ആംഗിൾ എങ്ങനെയാവുക? ഒറ്റ ആംഗിൾ അല്ലേ ഉള്ളൂ. എല്ലാവരും പറയുന്നത് നമ്മുടെ മതത്തിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്കുള്ള പോക്ക് പാടില്ല. ഇൻകമിംഗ് ആണെങ്കിൽ ഓക്കെ, ഔട്ട് ഗോയിങ് പറ്റില്ല. ഇതാണല്ലോ സംഘപരിവാറും ഇപ്പോ നാസർ ഫൈസി കൂടത്തായും ഒക്കെ പറയുന്നത്. അല്ലല്ല, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സ്വാഭാവികമായും ധാരാളം പ്രാദേശിക ഉദാഹരണങ്ങളുണ്ട്. ഞാനത് എവിഡൻസ് ഇപ്പോൾ കളക്ട് ചെയ്തിട്ടില്ല. മുസ്ലിം പെൺകുട്ടികള് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ചെറുപ്പക്കാരോടെ പോകുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും മതവിശ്വാസികളോട് മതം പറയേണ്ട ബാധ്യത മതപ്രബോധകർക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇത് പറയുന്നതാ. മറിച്ചത് ഭരണഘടന ഭരിക്കുന്ന ഒരു വിഷയമല്ല, അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് ചോദ്യം ചെയ്യലല്ല. അബൂബക്കർ ഫൈസി, മുസ്ലിം പെൺകുട്ടിയുടെ കർത്തൃത്വം മുസ്ലിം പെൺകുട്ടിക്കാണല്ലോ. 18 വയസ്സ് തികഞ്ഞ മുസ്ലിം പെൺകുട്ടി ആയാലും ഹിന്ദു പെൺകുട്ടി ആയാലും ക്രിസ്ത്യാനി പെൺകുട്ടി ആയാലും അവരുടെ ഇഷ്ടത്തിന് അവര് ജീവിതം നയിച്ചാൽ അവർ ആരുടെ കൂടെ പോയാലും അവരുടെ കാര്യമാണ്. നിങ്ങൾക്ക് എന്താ അതില് ഉണ്ട്? ഒരു മതവിശ്വാസിക്കും അതുപോലെ മതപ്രബോധകനും മതപണ്ഡിതനും മതം പറയേണ്ടതുണ്ട്. അല്ല, ഇന്ത്യൻ ഭരണഘടന 18 വയസ്സ് കഴിഞ്ഞ ആർക്കും അവരുടെ കാര്യത്തിൽ ഈ പറഞ്ഞ വിവാഹത്തിന്റെ കാര്യത്തിൽ സ്വയം നിർണയാവകാശമുണ്ട്. ഹാദിയ കേസ് നടന്നപ്പോ എന്താണ് പറഞ്ഞത്? ഹാദിയ കേസിലെ സുപ്രീം കോടതി വിധി എന്താ? ഒരു വ്യക്തിക്ക് അയാളുടെ പാർട്ട്ണറെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ദാ ഇങ്ങനെ കൈയടിച്ചു ഇല്ലേ? ഹാദിയ കേസിലെ സുപ്രീം കോടതി വിധി ശരിയാണോ അല്ലയോ? ഹാദിയ ഷെഫിൻ വിവാഹം സാധൂകരിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി ശരിയാണോ അല്ലയോ? പറയുന്നത് നിങ്ങൾ അത് ഒരു വ്യക്തിക്കുള്ള സ്വാതന്ത്ര്യമാണ്. അതേ വ്യക്തിക്കുള്ള സ്വാതന്ത്ര്യമാണ് ഇവിടെ. അതേ വ്യക്തിക്കുള്ള സ്വാതന്ത്ര്യം മുസ്ലിം പെൺകുട്ടിക്ക് ഉണ്ടാവില്ല എന്ന് പറയുന്നതിന്റെ മനസ്സിലായില്ല. മതം പാലിക്കാൻ മതവിശ്വാസിക്ക് അർഹതയുണ്ട്, അതിന്റെ റേറ്റ് ഉണ്ട്. ആ റേറ്റ് ആണ് ആശ്രയിച്ച് പറഞ്ഞത്. ഏത് വിധി പറഞ്ഞത്? നിങ്ങൾ സൂക്ഷിക്കണം, മതവിശ്വാസങ്ങൾ സൂക്ഷിക്കണം. കമ്മ്യൂണിസം മത നിരാസമാണ്. ഹാദിയ കേസിലെ സുപ്രീം കോടതി വിധി എന്തായിരുന്നു? ഒരു വ്യക്തിക്ക് അയാളുടെ പാർട്ട്ണറെ തെരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. ഇതായിരുന്നു ഹാദിയ കേസിലെ സുപ്രീം കോടതി വിധി. അത് മുസ്ലിം ചെറുപ്പക്കാരിയാണെങ്കിലും ഹിന്ദു ചെറുപ്പക്കാരിയാണെങ്കിലും ക്രിസ്ത്യൻ ചെറുപ്പക്കാരിയാണെങ്കിലും ഒരുപോലെയാണ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച്. 18 വയസ്സ് തികഞ്ഞ ഒരു പെൺകുട്ടി അയാളുടെ പാർട്ട്ണറെ തെരഞ്ഞെടുത്താൽ അതിൽ മതത്തിന് എന്താണ് കാര്യം? അവരവരെ ഇഷ്ടത്തിന് കല്യാണം കഴിക്കുന്നത്. നിങ്ങൾക്ക് എന്താ? മതത്തിൽ കാര്യമുണ്ട്. മതത്തിന്റെ ശാസനയ്ക്ക് വിരുദ്ധമാണത്. ഇതൊക്കെ ആര് കേൾക്കും? ഇസ്ലാമിക നിയമപ്രകാരം വിവാഹം എന്ന് പറയുന്നത് മതത്തിന്റെ മൂല്യത്തിന്റെ ഭാഗമായി നിക്കാഹ് എന്ന് പറയും. ആ നിക്കാഹിലൂടെ പരസ്പരം മുസ്ലിങ്ങൾ തമ്മിലുള്ള വിവാഹമാണ് ഇസ്ലാമിന്റെ സാധുവാവുക. അല്ല, അത് തന്നെ അല്ലേ ശ്രീ അബൂബക്കർ ഫൈസി? മാതാ ഹിന്ദുക്കൾ തമ്മിലുള്ള വിവാഹമാണ് ഹിന്ദുക്കൾക്ക് സാധുവായ കാര്യം, ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് മറ്റാളുകൾ കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ലവ് ജിഹാദ് ക്യാമ്പയിൻ ഇതാണ്. ക്രിസ്ത്യൻ ബിഷപ്പുമാർ പറയുന്ന ഞങ്ങളുടെ മതത്തിൽ നിന്ന് മുസ്ലിം ചെറുപ്പക്കാർ ഞങ്ങളുടെ ചെറുപ്പക്കാരികളെ തട്ടിയെടുക്കുന്നു എന്ന് പറയുന്ന ക്യാമ്പയിൻ ഇതാണ്. നിങ്ങൾ 3 കൂട്ടരും നടത്തുന്ന ക്യാമ്പയിൻ ഒന്നാണ്. അതിൽ ഞങ്ങളുടേത് നല്ല ആംഗിളും അവരുടേത് മോശം ആംഗിളൊന്നും ഇല്ല. ഒറ്റ ആംഗിളാണ് ഇതെല്ലാം. അല്ലല്ല, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുക. ഇല്ല, തെറ്റിദ്ധാരണയൊന്നുമില്ല. ആളുകൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആണ്.
അല്ലല്ല, ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഇല്ലാത്തൊരു വസ്തുത പറഞ്ഞുണ്ടാക്കിയാണ്. അഥവാ മുസ്ലിമായ പുരുഷനെ മുസ്ലിമേതരരായ സമുദായക്കാരും കല്യാണം കഴിച്ചിട്ടില്ലേ? അഭിലാഷ്, ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ലവ് ജിഹാദ് എന്ന് പറയുന്നത് മുസ്ലിം സമൂഹം കൃത്യമായ അജണ്ട വെച്ചുകൊണ്ട് മറ്റ് മതങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ റാഞ്ചി വരുന്നു. ഇപ്പൊ അങ്ങനെ സംഭവം ഇല്ല. ഇതും അതുപോലെയാണ്. ഇത് കൃത്യമായ അജണ്ട വെച്ച് മുസ്ലിം സമുദായത്തിൽ നിന്ന് പെൺകുട്ടികളെ റാഞ്ചുന്നു എന്ന് തട്ടിക്കൊണ്ടുപോകൽ എന്ന പ്രയോഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ തന്നെ പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് അത് ചാരിയെ തട്ടിക്കൊണ്ടുപോകൽ, പ്രണയം നടിച്ചു വശീകരിക്കൽ എന്നാണ് നാസർ ഫൈസി കൂടത്തായി വിശദീകരിച്ചത്. ഇത് തന്നെയാണ് ലവ് ജിഹാദുകാരും പറയുന്നത്. കാര്യം വളരെ വ്യക്തമാണ്. പ്രണയം നടിച്ച് ഞങ്ങളുടെ മതത്തിൽപ്പെട്ട ആളുകളെ മുസ്ലിം ചെറുപ്പക്കാർ വശീകരിക്കുന്നു എന്ന് പറയുന്നതിനെയാണ് ലവ് ജിഹാദ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇതിന് എന്താണ് ലവ് ചെഗുവേരയോ എന്താ ലവ് കമ്മ്യൂണിസോ എന്താ നിങ്ങൾ ലവ് ജിഹാദിന്റെ ബദലായിട്ട് പുതിയ ക്യാമ്പയിൻ കൊടുത്തിരിക്കുന്ന പേരെന്തെങ്കിലും ഉണ്ടോ? ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ ജിഹാദ് എന്ന് പറയുന്നത് മുസ്ലിം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇതിപ്പോ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നതായതുകൊണ്ട് ഒരു പേരും കൂടി ഇടാം. അല്ല, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇവിടെ കൃത്യമായി നാസർ ഉദ്ദേശിച്ചത് മതമൂല്യങ്ങളെയാണ്. കമ്മ്യൂണിസം മതനിരാസമാണ്. പറയുന്ന എല്ലാ ആളുകളും സാർ ഈ പറഞ്ഞ അവരവരുടെ മതമൂല്യങ്ങളാണ് പറയുന്നത്. ബിഷപ്പ് പറഞ്ഞാലും സമസ്ത പറഞ്ഞാലും സംഘപരിവാർ പറഞ്ഞാലും അവരൊക്കെയും അവരുടെ മൂല്യങ്ങളാണ് പറയുന്നത്. മൂല്യങ്ങൾ എന്താ പറഞ്ഞാൽ ഒരാളുടെ മാത്രം കുത്തകയാണോ? ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ കുത്തകയാണെന്ന്. അപ്പൊ എല്ലാവരും അപ്പൊ അങ്ങനെയാണെങ്കിൽ ലവ് ജിഹാദ് ക്യാമ്പയിൻ നടത്താനുള്ള അവകാശം സംഘപരിവാറിനുണ്ട് എന്ന് നിങ്ങൾ പറയണം. ലവ് ജിഹാദ് ക്യാമ്പയിൻ അവർ നടത്തിക്കോട്ടെ എന്ന് പറയണം. അവരുടെ ക്യാമ്പയിനും ഞങ്ങളുടെ ക്യാമ്പയിനും നടത്തുന്നു എന്ന് പറയണം. അഭിലാഷ്, നിങ്ങൾ പറയുന്നത് എന്താണ്? മുസ്ലിം സമൂഹം അങ്ങനെ അജണ്ട വെച്ചുകൊണ്ട് മറ്റ് മതങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ വശീകരിച്ച് കൊണ്ടുവരുന്നില്ല. അപ്പൊ ഡിവൈഎഫ്ഐ അജണ്ട വെച്ചുകൊണ്ട് നിങ്ങളുടെ സമൂഹത്തിൽ നിന്ന് പെൺകുട്ടികളെ റാഞ്ചിക്കൊണ്ട് പോകുന്നുണ്ടോ? ഉണ്ട്. ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് വിളിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഷിജു ഖാൻ മറുപടി, അതായത് മുസ്ലിം സമൂഹത്തെ പോലെയല്ല, ഡിവൈഎഫ്ഐ കൃത്യമായി അജണ്ട വെച്ച് ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് പെൺകുട്ടികളെ റാഞ്ചിക്കൊണ്ടു പോകുന്നുണ്ട്. ഇതിപ്പോ അബൂബക്കർ ഫൈസി മലയമ്മ ഇപ്പൊ പറഞ്ഞതാണ്. താങ്കൾക്ക് മറുപടി പറയാം. മറുപടി പറയുമ്പോൾ ഷാർപ്പായിട്ട് പറയണം. യഥാർത്ഥത്തില് അബൂബക്കർ ഫൈസിയുടെയും നാസർ ഫൈസി കൂടത്തായിയുടെയും ഒക്കെ പ്രതികരണം ആരെയാണ് സഹായിക്കുന്നത് എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതായത് തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണ് ഇവിടെ വർഷങ്ങളോളം മുസ്ലിം വിരുദ്ധതയും മുസ്ലിം ശത്രുതയും പരത്തുന്നതിനു വേണ്ടി ലവ് ജിഹാദ് പ്രയോഗം നടത്തി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അവിടെ മുസ്ലിം മതവിശ്വാസത്തിൽ പെടുന്ന ഏതെങ്കിലും ഒരു കുടുംബത്തിലെ ഒരാൾ ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കുകയോ തിരിച്ചു വിവാഹം കഴിക്കുകയോ ചെയ്യുന്നത് രാജ്യത്തെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അത് രാജ്യത്ത് നിലവിൽക്കുന്ന നിയമങ്ങളാണ്. ഇനി ഇവിടെ ഡിവൈഎഫ്ഐ പ്രത്യേകമായ പദ്ധതിയിട്ട് SFI പ്രത്യേകമായ പദ്ധതിയിട്ട് മുസ്ലിം സമൂഹത്തിലെ യുവതികളെ എല്ലാം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വിവരക്കേടാണ്. പിന്നെ ഡിവൈഎഫ്ഐയിൽ വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതവിശ്വാസം ഇല്ലാത്തവരും അടങ്ങുന്ന ബഹുസ്വര സമൂഹത്തിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ ഭാഗമായി ഒട്ടനേകം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവരെ വിവാഹം കഴിക്കുന്നവരുമുണ്ട്. അതത് സമുദായങ്ങളിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുന്നവരുമുണ്ട്. അതൊക്കെ ഡിവൈഎഫ്ഐ പ്രവർത്തകരായും അനുഭാവികളായും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഡിവൈഎഫ്ഐ പ്രത്യേകം ഒരു പദ്ധതിയിട്ട് മുസ്ലിം സമൂഹത്തിലെ പെൺകുട്ടികളെ എല്ലാം വിവാഹം കഴിച്ച് കൊണ്ടുപോകുന്നു. അതിന് തട്ടിയെടുക്കൽ പ്രക്രിയ നടക്കുന്നു, അതിനെ തട്ടിക്കൊണ്ടുപോകൽ നടക്കുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം വിവരക്കേടാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി രണ്ടാമത്തേത് ഇവിടെ പറഞ്ഞു മതത്തെ സംബന്ധിച്ച ഒരു ബോധവൽക്കരണം നടത്തുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രാധാന്യം വിശദീകരിക്കലോ അതല്ലെങ്കിൽ അതത് വിശ്വാസധാരകളെ കുറിച്ച് പറയലോ വിവാഹപൂർവ്വ കൗൺസിലിംഗ് കൊടുക്കലോ ഒക്കെ ഈ നാട്ടിലുണ്ട്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ നടത്തിയിട്ടുള്ള പ്രസ്താവനയുടെ പ്രശ്നം എന്താണ്? ഞാനിപ്പോ RSSനെയും അല്ലെങ്കിൽ പിന്നെ ഹിന്ദുത്വ സംഘടനകളെയും ഈ നാസർ ഫൈസി കൂടത്തായിയുടെ സ്റ്റേറ്റ്മെന്റിനെയും ഒന്നും ഞാൻ സമീകരിക്കുന്നില്ല. കാരണം നാസർ ഫൈസി കൂടത്തായി പ്രതിനിധീകരിക്കുന്ന സുന്നി സംഘടനകൾ പലപ്പോഴും ജനാധിപത്യപരമായ നിലപാടുകൾ കേരളത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനെ രണ്ടും ഒന്നാണെന്ന് പറയുന്നില്ല. പക്ഷേ ഈ പ്രസ്താവന പിൻവലിക്കണം. പിന്നെ മുസ്ലിം നമ്മൾ പെൺകുട്ടി എന്നല്ല പറയേണ്ടത് അഭിലാഷേ, യുവതിയാണ്. അവര് നിങ്ങൾ കുട്ടി എന്ന് പറയുന്ന ഒരു ഡെഫിനിഷനിൽ നിന്ന് അവർ മാറുകയാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ അവര് പിന്നെ രാജ്യത്തെ നിയമങ്ങളുള്ള പാർലമെന്റ് മുതൽ പഞ്ചായത്ത് വരെ വോട്ട് ചെയ്യാൻ അധികാരമുള്ള പൗരനാണ്, സിറ്റിസൺ ആണ്, ആധുനിക പൗരനാണ്. നിങ്ങൾ കുട്ടി എന്ന് വിളിക്കുന്നത്. കുട്ടിക്ക് രക്ഷാകർതൃത്വത്തിന്റെ തണൽ വേണം. ആധുനിക പൗരന് അവൻ തന്നെയാണ് അവന്റെ രക്ഷകർത്താവും, അവൻ തന്നെയാണ് അവന്റെ തീരുമാനത്തിന്റെ നിർണയം അതത് വ്യക്തികളാണ്. ഒരു യുവതി സ്വയം തീരുമാനിക്കുകയാണ്. എനിക്ക് അഭിലാഷ് ഒറ്റ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഒറ്റ കാര്യമാണ്. ഏതെങ്കിലും ഒരു യുവതിയുടെ
ഒരു യുവതിയുടെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കാലമല്ല, മുസ്ലിം യുവതികളുടെ, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം വർദ്ധിക്കുകയുണ്ടായി. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത മറ്റ് സമുദായങ്ങളിലെ യുവതികൾ എന്നതുപോലെ കേരളത്തിലെ മുസ്ലിം യുവതികളും ആർജിക്കുകയുണ്ടായി. അവർ സ്വയം നിവർന്നു നിന്ന് ഞാൻ ഒരു പുരുഷനെ ഓപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പുരുഷൻ നിവർന്നു നിന്ന് ഞാൻ ഒരു യുവതിയെ ഓപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവരെല്ലാം കൂടെ ചാടി വീണ് അതൊന്നും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയാൻ ഇവർക്കെന്താ അവകാശം, ഇവർക്കെന്താ അധികാരം? പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഭരണഘടനയാണ് രാജ്യത്തിന് വലുത്. ഈ രാജ്യത്തിന് വലുത് രാജ്യത്തിന്റെ നിയമങ്ങളാണ്. ഈ രാജ്യത്തിന്റെ നിയമങ്ങളെ അട്ടിമറിക്കാനാണ് RSS പ്രവർത്തിക്കുന്നത്. ഭരണഘടനയെ അട്ടിമറിക്കാനാണ് RSS പ്രവർത്തിക്കുന്നത്. അത് സംരക്ഷിക്കേണ്ട ചുമതല രാജ്യത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ സ്പെഷ്യൽ മാരേജ് ആക്ട് നിലവിലുണ്ടല്ലോ. മിശ്ര വിവാഹ നിയമത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ ഏതെങ്കിലും രണ്ട് പ്രത്യേക സമുദായങ്ങളിൽപ്പെട്ടവർ ഇപ്പൊ നിർബന്ധമായും രാവിലെ 10 മണിക്ക് വിവാഹിതരാകണം എന്ന തിട്ടൂരമൊന്നും ഞങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല. പക്ഷേ രണ്ട് മതങ്ങളിൽപ്പെട്ടവർ വിവാഹിതരാകാൻ തീരുമാനിച്ച് അവർ രാജ്യത്തെ നിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് കൊണ്ടുവന്നാൽ അവരെ ആക്രമിക്കാനോ അവരെ വേട്ടയാടാനോ അവരുടെ അവകാശങ്ങളെ കടന്നാക്രമിക്കാനോ ഞങ്ങൾ അനുവദിക്കില്ല. അത് രാജ്യത്തെ നിയമങ്ങളെ സംരക്ഷിക്കുകയാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അത് ഹിന്ദു തീവ്ര നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരാണെങ്കിലും ഇസ്ലാമിസ്റ്റുകളാണെങ്കിലും ക്രിസ്ത്യൻ തീവ്ര നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരാണെങ്കിലും അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് രാജ്യത്തെ നിയമത്തിന് താഴെയാണ് നിങ്ങളെല്ലാം. രാജ്യത്തെ നിയമങ്ങളാണ് പാലിക്കപ്പെടേണ്ടത്. ശരി, ഓക്കെ. ശ്രീ രാഹുൽ ഈശ്വർ, ലവ് ജിഹാദ് എന്ന ഒരു ക്യാമ്പയിൻ എനിക്ക് തോന്നുന്നു 1.5 പതിറ്റാണ്ടിലധികമായി നമ്മുടെ സമൂഹത്തിലുണ്ട്. മുസ്ലിം സമുദായത്തിലെ പുരുഷന്മാർ ഹിന്ദു സമുദായത്തിലെ യുവതികളെ തട്ടിക്കൊണ്ടു പോകുന്നു, അല്ലെങ്കിൽ ഇതര സമുദായത്തിലെ യുവതികളെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു എന്ന സെനാരിയോയെ വിശദീകരിക്കാനാണ് അത് ഉപയോഗിച്ചത്. അതിന് കൗണ്ടറായിട്ട് ലവ് കുരുക്ഷേത്ര എന്ന് പറയുന്ന സംഗതിയും നമ്മൾ കേട്ടു. ഇപ്പോ സമസ്തയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പറയുന്നു, ഇപ്പൊ രണ്ടാമത്തെ നേതാവും പറയുന്നു, കൃത്യമായ അജണ്ടയോടുകൂടി മുസ്ലിം സമുദായത്തിൽ നിന്ന് യുവതികളെ റാഞ്ചിക്കൊണ്ടു പോകാനുള്ള ഒരു പദ്ധതി DYFI തുടങ്ങിയിട്ടുണ്ട് എന്ന്. അപ്പൊ അതൊരു പുതിയ പേര് വേണം. അപ്പൊ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള പേര് പോരാ, പുതിയ പേരുകൾ ക്ഷണിക്കുന്നു. ശ്രീ അഭിലാഷ്, അതിന് പറ്റിയൊരു പേര് ലവ് ലാൽ സലാം എന്നാണ്. അപ്പൊ ലവും ഉണ്ട്, ലാലും ഉണ്ട്, മുസ്ലിങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഇഷ്ടപ്പെട്ട സലാമും ഉണ്ട്. അപ്പൊ ലവ് ലാൽ സലാം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇനി സീരിയസ് ആയിട്ട് പറയുന്ന 2 പോയിന്റ്സ്. ഒന്ന്, ശ്രീ നാസർ ഫൈസി കൂടത്തായി ഞാൻ വളരെ ബഹുമാനിക്കുന്ന കേരളത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഇസ്ലാമിക പണ്ഡിതരിൽ ഒന്നാണ്. മുസ്ലിം സമൂഹം മാത്രമല്ല, കേരളത്തിലെ ബഹുസ്വര എല്ലാ സമൂഹങ്ങളും ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോടൊപ്പം പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അദ്ദേഹം പറഞ്ഞതിന്റെ പോസിറ്റീവ് വശങ്ങളെ എടുത്തു പറഞ്ഞാൽ, ചിലപ്പോഴെങ്കിലും നമ്മുടെ ഇടതുപക്ഷ സുഹൃത്തുക്കൾക്കും സഖാക്കൾക്കും മുസ്ലിം സമൂഹത്തോടൊരു രക്ഷകർത്തൃത്വ മനോഭാവമുണ്ട്, ഒരു പേരന്റൽ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി ഒരിക്കൽ പറയുന്നത്, ഞാൻ മുസ്ലിങ്ങളുടെ രാഷ്ട്രപിതാവല്ല. അപ്പൊ അദ്ദേഹത്തോട് വളരെ അത്ഭുതത്തോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ബാപ്പു അങ്ങനെ പറയുന്നത്? അപ്പൊ അദ്ദേഹം പറയുന്ന റീസൺ, ഞാൻ രാഷ്ട്രപിതാവെന്ന് പറഞ്ഞാൽ അത് അവർക്ക് മേളിൽ ഒരു അധീശത്വം സ്ഥാപിക്കുന്നത് പോലെയാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ചേട്ടനായി കാണാവുന്നു. അപ്പൊ അവിടുത്തെ ഒരു മുസ്ലിം പണ്ഡിതൻ പറയുന്നത്, നമ്മുടെ സംസ്കാരത്തിൽ ചേട്ടൻ അച്ഛന് തുല്യമാണ്, അതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ രാഷ്ട്രപിതാവാണെന്നാണ്. അപ്പോൾ പലപ്പോഴും ഈ ഇടതുപക്ഷത്തിന് അനാവശ്യമായൊരു രക്ഷകർത്തൃത്വ സമീപനം മുസ്ലിം സമൂഹത്തോടുണ്ട്. അത് ശരിയല്ല, അത് കണ്ടസെൻഡിങ് ആണ്, അല്ലെങ്കിൽ അത് താഴ്ന്നതായി കാണുന്നതാണ്. ആ ആറ്റിറ്റ്യൂഡ് ശരിയല്ല എന്നുള്ള പോസിറ്റീവ് പോയിന്റ് ആണെങ്കിൽ നല്ലതാണ്. രാഹുൽ ഈശ്വർ, ഇവിടെ ഇപ്പോ സമുദായവും സംഘടനയും തമ്മിലുള്ള പ്രശ്നമൊന്നും അല്ലല്ലോ. രണ്ട് വ്യക്തികൾ, അവർ രണ്ട് സമുദായത്തിൽപ്പെട്ട ആളുകളാണ്, രണ്ടുപേരും ഇഷ്ടപ്പെടുന്നു, കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ അവരുടെ സംഘടനയും പ്രസ്ഥാനവും ഒന്നും അതിൽ ബാധകമാണ്. കല്യാണം കഴിക്കുന്നു, അത് തട്ടിക്കൊണ്ടുപോലും നേരത്തെ പറഞ്ഞ പോലെ ജിഹാദും കുരുക്ഷേത്രയും ലാൽ സലാമും ഒക്കെ ആവുന്നതാണ് പ്രശ്നം. അതെ. അല്ല, ശ്രീ അഭിലാഷിന് അറിയാലോ, ഞാൻ മിശ്ര വിവാഹം കഴിച്ചൊരു വ്യക്തിയാണ്. ഞാൻ മറ്റൊരു ജാതി ഹിന്ദു സമൂഹത്തിൽ നിന്ന് കഴിച്ച വ്യക്തിയാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിലൊന്ന് സലീൽ ഹുസൈനാണ്. നീലിമ നമ്പൂതിരി എന്ന പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചത്. രണ്ടുപേരും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അപ്പം നമ്മുടെ സമൂഹത്തിൽ ഇതെല്ലാം സ്വാഭാവികമാണ്. നമ്മുടെ ഷാറൂഖ് ഖാനും ഗൗരിയും കല്യാണം കഴിച്ചു. കേരളം കണ്ട ഏറ്റവും വലിയ പ്രണയ സിനിമ കാഞ്ചനയും മൊയ്തീനും തമ്മിലാണ്. അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രണയ സിനിമ നമ്മുടെ തട്ടത്തിൻ മറയത്താണ്. അതിൽ പയ്യൻ നായരാണ്, പെൺകുട്ടി മുസ്ലിമാണ്. അപ്പം നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ വ്യത്യസ്തതകൾ എന്നും ഉണ്ടാകും. അതിനെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു മതപണ്ഡിതന്റെ മനസ്സ് എനിക്ക് മനസ്സിലാകും. പലപ്പോഴും സമുദായത്തിന് ഉള്ളിൽ പ്രവർത്തിക്കണമെന്ന്, സമുദായത്തിനുള്ളിൽ വേണം, നമുക്കതിന് വേണമെങ്കിൽ മെന്ററിങ് കൊടുക്കാം, ഓറിയന്റേഷൻ കൊടുക്കാം. പക്ഷെ നമ്മളുടെ ഇടയിൽ സ്പർദ്ധ ഉണ്ടാകാത്ത രീതിയിൽ ഇത്തരം കാര്യങ്ങൾ പറയണമെന്നാണ് എനിക്ക് ശ്രീ നാസർ ഫൈസി കൂടത്തായി വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങേക്ക് അറിയാവുന്ന പോലെ ഞാനൊരു കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധിയാണ്. പക്ഷേ ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരും DYFIക്കാരും ഇത്തരം വിഷയങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല. ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് തെളിയിച്ച കാര്യങ്ങളിലൊന്നാണ്. അദ്ദേഹത്തിന്റെ മകൾ ശ്രീ
വീണയെ അദ്ദേഹവും വൈഫ് കമലയും ശ്രീ റിയാസിനാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. അവർ വളരെ നല്ല ഹാപ്പിയായി ജീവിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ കഴിയുന്നത്ര, ഞാനൊക്കെ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സ്പർദ്ധ ഉണ്ടാക്കാത്ത രീതിയിൽ, എതിരില്ലാത്ത രീതിയിൽ പറയണം. നമ്മുടെ കുട്ടികൾക്ക് ഒരു വരിയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ കുട്ടികൾക്ക് മാരിറ്റൽ എഡ്യൂക്കേഷൻ വേണം, ഫാമിലി എഡ്യൂക്കേഷൻ വേണം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് വെക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ വിഭാഗീയത ഉണ്ടാക്കാത്ത രീതിയിൽ, അതും ശ്രീ നാസർ ഫൈസി കൂടത്തയെ പോലെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വാക്കുകൾ പുനർചിന്തിക്കണം എന്നാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള അഭ്യർത്ഥന. ശരി തൊഹാനി, ഈ വിഷയം ഒന്ന്, ഇതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. കാരണം സമസ്തയിലെ ഒരു വിഭാഗം CPM-മായി നല്ല ടേംസിൽ പ്രവർത്തിക്കുന്നു, അതിൽ മറുവിഭാഗത്തിന് എതിർപ്പുണ്ട്. അപ്പോൾ സമസ്തയിൽ ലീഗ് ഫ്രാക്ഷനും CPM ഫ്രാക്ഷനും ഉണ്ട് എന്നൊക്കെയാണ് പൊതുവെയുള്ള വയ്പ്. അവർ തമ്മിലുള്ള സംഘർഷവും ഉണ്ട്. അപ്പോൾ അതിൽ കുളം കലക്കാൻ വേണ്ടി പ്രസ്താവന നടത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അത് അതിൻ്റെ ആഭ്യന്തരമായി കാണേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അതിനപ്പുറത്ത് നമ്മുടെ ഒരു ബഹുസ്വര സമൂഹത്തിൽ അസ്വാരസ്യം ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പരാമർശം നടത്തുമ്പോൾ സൂക്ഷിക്കണം. ഇത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ആ കാര്യത്തിൽ നാസർ ഫൈസി കൂടത്തായി ഒരു വിവേകമില്ലാത്ത പരാമർശം നടത്തിയതായി തോന്നുന്നുണ്ടോ? നാസർ ഫൈസി കൂടത്തായി സമസ്തയുടെ ഒരു മതസംഘടനയുടെ നേതാവാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവരുടെ വിശ്വാസികളോടാണ് സംസാരിച്ചത്. അവരുടെ വിശ്വാസികളെ സംസാരിക്കുകയും അവരോട് സംസാരിക്കുകയും അവരെ ശാസിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ അദ്ദേഹത്തിന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ അങ്ങനെ പറയാൻ നമ്മുടെ കേരളത്തിലെ നമ്മുടെ കേരളത്തിൽ ചുറ്റും കണ്ണോടിച്ചാൽ തന്നെ അതിനുള്ള ഒരുപാട് ആശങ്കകളുണ്ട്. CPM-ഉം CPM-ന്റെ പോഷക സംഘടനകളായിട്ടുള്ള DYFI-യും SFI-യും അത്തരം കാര്യങ്ങൾ ക്യാമ്പസുകളാവട്ടെ പൊതുസമൂഹത്തിലാവട്ടെ നടത്തപ്പെടുന്നുണ്ട്. അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ നമ്മൾ അത് കണ്ടില്ല നടിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അല്ല, അതെനിക്ക് മനസ്സിലായില്ല തൊഹാനി. ഇപ്പോൾ തൊഹാനിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള മുസ്ലിം യുവതികളോടൊക്കെ DYFI-ക്കാരും SFI-ക്കാരും ഒക്കെ വന്നിട്ട് വരൂ നമുക്ക് കല്യാണം കഴിക്കാം, എന്നിട്ട് മതം ഉപേക്ഷിക്കാം അങ്ങനെയൊക്കെ പറയുന്നുണ്ടോ? വരൂ മതം ഉപേക്ഷിക്കാം എന്ന രൂപത്തിലല്ല ഞാൻ പറയുന്നതെന്ന് പറയുന്നത്. പക്ഷേ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഇപ്പം ഭരണം CPM-ന്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ SFI-നെ സംബന്ധിച്ചിടത്തോളം വലിയ പണിയൊന്നുമില്ല. അവർ സമരം നടത്തുന്നില്ല, വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ലിബറലിസവും ഫ്രീ സെക്സ് ഒക്കെ പ്രചരിപ്പിക്കുന്ന രൂപത്തിലേക്കാണ് അവർ ക്യാമ്പസുകളെ കൊണ്ടുപോകുന്നത്. ശരി, ഓക്കെ. അതാണ് MSF-ന്റെ പരാതി. ദിനു വെയിൽ, ഇപ്പോൾ ദിനു പഠിച്ചാണല്ലോ, ദിനു പഠിച്ച ക്യാമ്പസിലാണ് ഇന്നിപ്പോൾ ജിയോ ബേബിക്ക് കയറാൻ പറ്റാതെ പുള്ളി പൊട്ടിക്കരഞ്ഞോട് തിരിച്ചൊക്കെ പോയത്. പൊട്ടിക്കരഞ്ഞെന്നുള്ളത് ഞാൻ പറഞ്ഞതാണ് കേട്ടോ, ഞാൻ ആലങ്കാരികമായി പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഫ്രീ സെക്സ്, ലിബറലിസം തുടങ്ങിയ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു, അങ്ങനെ മതനിരാസം സംഭവിക്കുന്നു തുടങ്ങിയ ആശങ്കകൾ MSF-നുണ്ട്. വിവാഹമോചനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് PK നവാസിന് ജിയോ ബേബിയോടുള്ള പരാതി. അപ്പോൾ നമുക്കിതെല്ലാം കൂടി കൂട്ടി വായിച്ചാൽ ഇപ്പോൾ നാസർ ഫൈസി കൂടത്തായി പറഞ്ഞതിനെ MSF സപ്പോർട്ട് ചെയ്യുന്നതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. ദിനുവിന് അത്ഭുതമുണ്ടോ? ഇവിടെ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഒരു മതമൂല്യത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയെ ഭരണഘടന പ്രകാരം എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്കും യാതൊരു തർക്കവുമില്ല. എന്നാൽ പൗരരുടെ മൗലിക അവകാശങ്ങളെ റദ്ദ് ചെയ്യുന്ന രീതിയിൽ വിദ്വേഷപരമായ പരാമർശങ്ങൾ അഥവാ ഹെയ്റ്റ് ക്യാമ്പയിനുകൾ നടത്താൻ വേണ്ടി ഇന്ത്യക്കകത്തെ ഒരു മതപണ്ഡിതനും അവകാശമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ നാസർ ഫൈസി കൂടത്തായി തൻ്റെ മതം പ്രചരിപ്പിക്കുവാനുള്ള അവകാശമല്ല ഉപയോഗിച്ചത്, മറിച്ച് അദ്ദേഹം മറ്റ് മനുഷ്യരുടെ മൗലിക അവകാശത്തെ റദ്ദ് ചെയ്യുന്ന രീതിയിൽ ഹെയ്റ്റ് ക്യാമ്പയിനാണ് നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഒരു ഹെയ്റ്റ് സ്പീച്ചാണെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ ഹാദിയയുടെ കേസിൽ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആർട്ടിക്കിൾ 21-ഉം 19-1 പ്രകാരവും ഇന്ത്യയിലെ ഓരോ പൗരർക്കും തങ്ങളുടെ പങ്കാളിയെ ചൂസ് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നുള്ളത്. എപ്രകാരമാണോ സ്വസമുദായ വിവാഹം കഴിക്കാമെന്ന് ഒരു മനുഷ്യന് തീരുമാനിക്കാൻ പറ്റുന്നത്, സമാനമായ അധികാരം ഒരു മനുഷ്യന് മിശ്ര വിവാഹം കഴിക്കാനുമുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ പറയുക ഇതൊരു പ്രൊപ്പഗാൻഡയാണെങ്കിൽ ഈ പ്രൊപ്പഗാൻഡ ഏറ്റവും അധികം നടത്തിയിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ ആണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഐ ആം കൺവിൻസ്ഡ് ദാറ്റ് ദ റിയൽ റെമഡി ഈസ് ഇന്റർ കാസ്റ്റ് മാരേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്റർ റിലീജിയസ് മാരേജ് എന്ന് പറയുന്നത്.
ഫ്യൂഷൻ ഓഫ് ബ്ലഡ്, രക്തത്തിന്റെ ഫ്യൂഷൻ കാരണം മാത്രമാണ് ഇവിടെയുള്ള ഈ അടഞ്ഞ സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്ന് നമുക്ക് മറികടക്കാനാവുക എന്ന് ഡോക്ടർ BR അംബേദ്കർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്താണ് ജസ്റ്റിസ് സഞ്ജയ് കുശാൽ കൗളും സമാനമായിട്ട് ഈ വ്യക്തികളുടെ മിശ്ര വിവാഹത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പം വളരെ കൃത്യമായിക്കൊണ്ട് മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ടും പൗരബോധമുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. രണ്ട്, ഈ മുസ്ലിം പെൺകുട്ടികൾ, മുസ്ലിം സ്ത്രീകളൊക്കെ അന്യമത പുരുഷന്മാരെ DYFI ഉപയോഗിച്ച് വശീകരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ മുസ്ലിം സ്ത്രീകളൊക്കെ ഇത്ര ബോധമില്ലാത്ത മനുഷ്യരാണെന്നാണോ നാസർ ഫൈസി കൂടത്തായിനെ പോലുള്ള ആളുകൾ കരുതുന്നത്? ഇവർക്ക് കർത്തൃത്വമില്ല എന്നാണോ കരുതുന്നത്? ഇന്ത്യക്കകത്തെ ഉന്നത സർവകലാശാലകളിൽ മികച്ച രീതിയിൽ എൻട്രൻസിലൂടെ കയറിയിട്ട് ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാസിസത്തിനെതിരെ ധീരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം സ്ത്രീകളുടെ കർത്തൃത്വം ഇങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് അവരങ്ങനെ വശീകരിച്ചാൽ ആ വഴി അങ്ങ് പോകുമെന്നൊക്കെ പറയുന്നത് വലിയ കഷ്ടമാണെന്നേ പറയാറുള്ളൂ. ഒരു പക്ഷേ ലവ് ജിഹാദിനെതിരെ നമ്മൾ ജിഗ്നേഷ് മേവാനി അടക്കമുള്ള ആളുകൾ ഉയർത്തിയ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് പ്യാർ ഇഷ്ക് മൊഹബത്ത് സിന്ദാബാദ് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഇവിടെ ഉപജാതിക്കകത്ത് കല്യാണം കഴിക്കുമ്പോൾ കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു ഇന്ത്യയിൽ ഹിന്ദുവിനും മുസ്ലിമിനും ഒന്നിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ കലുഷിതമായിട്ടുള്ള ഹിന്ദുത്വ ഫാസിസം നിലനിൽക്കുന്ന ഒരു ഇന്ത്യയിൽ നിങ്ങൾ ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ ഇത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുക ക്രൈസ്തവ സമൂഹത്തിനകത്തുള്ള ക്രിസംഗികൾക്കും അതുപോലെ തന്നെ സംഘികളായിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ബ്രദർഹുഡിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മനുഷ്യർക്ക് മാത്രമാണ് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശരി, അവിടെ അബൂബക്കർ ഫൈസി മലയമ്മ നോക്കൂപ്പോൾ ഈ തരത്തിൽ സമുദായ സ്നേഹികളെ ഉണരൂ എന്ന് പ്രസ്താവന നടത്തിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾ അവർ ക്യാമ്പയിനും ഏറ്റെടുക്കാറുണ്ട്. പക്ഷെ നമ്മുടേതൊരു ബഹുസ്വര സമൂഹമാണ്. അപ്പോൾ വളരെ ബ്ലൈറ്റൻ്റായി ഞങ്ങളുടെ സമുദായത്തിലെ പെൺകുട്ടികളെ DYFI തട്ടിക്കൊണ്ടു പോവുകയാണ്, അല്ലെങ്കിൽ പ്രണയം നടിച്ചു വശീകരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് നമ്മുടെ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളോട് അത് പൊരുത്തപ്പെടുന്നില്ല എന്ന പ്രശ്നം. ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ചില രാഷ്ട്രീയമായ എന്തെങ്കിലുമൊക്കെയുള്ള നേട്ടങ്ങൾ ഉണ്ടാകുമായിരിക്കും, അല്ലെങ്കിൽ വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാകുമായിരിക്കും. അതിനപ്പുറം നമ്മൾ സമൂഹത്തെക്കുറിച്ച് കൂടി ചിന്തിക്കേണ്ടത്. കേരളം റിലേറ്റീവ്ലി സേഫ് ആയിട്ടുള്ള, സെക്യൂർ ആയിട്ടുള്ള, സെക്കുലർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നിരിക്കെ അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇമാതിരി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഈ പറഞ്ഞ ഫൈസിമാരും പണ്ഡിതന്മാരും ഒക്കെ ആത്മാർത്ഥമായി രാത്രി വീട്ടിലിരിക്കുമ്പോഴെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ? അബൂബക്കർ ഫൈസി അങ്ങ് ഉണ്ടോ? അദ്ദേഹത്തിലേക്ക് ഞാൻ മടങ്ങിയെത്താമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇപ്പം ശ്രീ ഷിജു ഖാൻ, ഇവിടെ ഉള്ളൊരു പ്രശ്നം, നേരത്തെ ഇടുക്കി ബിഷപ്പ് ഒരു പരാമർശം നടത്തി, അതിനുശേഷം പാലാ ബിഷപ്പ് ഒരു പരാമർശം നടത്തി, ചില സന്യാസിമാരുടെ പരാമർശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് വന്ന പ്രവീൺ തൊഗാഡിയെ പോലെയുള്ള ആളുകളൊക്കെ മൈക്ക് കെട്ടി പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ വലിയ തോതിലുള്ള ആക്ഷൻസോ അതല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്ന് വളരെ ക്ലിയർ കട്ടായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള ഭാഷയിലുള്ള പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. ചില ആളുകൾക്കെതിരെ 153A കേസ് പോലും ഉണ്ടായിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനെതിരെ അടക്കം 153A കേസ് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമത്വ മുന്നേറ്റ ജാഥയ്ക്കിടെ, അന്ന് UDF ആയിരുന്നു ഭരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കൂ, ഇങ്ങനെ ഒരു പരാമർശം നാസർ ഫൈസി കൂടത്തായിൽ നിന്നുണ്ടായിട്ട് വളരെ മൃദുത്വം നിറഞ്ഞ, അദ്ദേഹത്തിന്റെ സംഘടന മഹത്തായ സംഘടനയാണ്, അദ്ദേഹവും മുമ്പ് വളരെ ബഹുസ്വരനായ ആളായിരുന്നു, അദ്ദേഹം ഈ പരാമർശം പിൻവലിച്ചാൽ വളരെ നന്നായിരുന്നു എന്ന മട്ടിൽ അങ്ങേയറ്റം സോഫ്റ്റായ നിലപാടെടുക്കുന്നത് കൊണ്ടല്ലേ ഈ ആളുകൾക്ക് ഞങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ഇവിടെ ഒരു കുഴപ്പമില്ല, അതിപ്പോൾ CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അവരുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളാണെങ്കിലും പ്രത്യേകിച്ച് ചെറുതായിട്ടൊന്ന് പിണങ്ങുക എന്നുള്ളതിനപ്പുറത്ത് ഷാർപ്പായി ഞങ്ങളെ ഒന്നും പറയില്ല എന്ന കോൺഫിഡൻസ് അവർക്കും ഉണ്ടാവും. അല്ല, അങ്ങനെയല്ല അഭിലാഷേ. ഞാൻ ഈ ചർച്ചയിൽ വളരെ ഷാർപ്പായാണ് അഭിപ്രായം പറഞ്ഞത്. DYFIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് VK സനോജ് ഈ സംഭവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇത് അപരിഷ്കൃതമാണ് എന്ന നിലപാട് വളരെ ഷാർപ്പായി തന്നെയാണ്, ഒട്ടും ലളിതമായിട്ടല്ല ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരണം നടത്തിയത്. പിന്നെ രണ്ടാമത്തേത്, ഇവിടെ പിന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു പ്രതിനിധി ഈ കമ്മ്യൂണിസം മതനിരാസമാണ്, അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം ജീവിക്കുക, കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം പിന്നെ വിവാഹം കഴിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു അത്യത്ഭുതകരമായ ഒരു സംഭവം എന്നോണം ഇവിടെ വ്യാഖ്യാനിക്കുകയുണ്ടായി. ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. ഇന്ത്യയിലെ അംഗീകരിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് നമ്മൾ കാണണം. അപ്പോൾ അങ്ങനെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വാസികളും അവിശ്വാസികളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ശബരിമലയുടെ അവിടെ തീർത്ഥാടന കാലമാണ്, ലക്ഷക്കണക്കിന് വിശ്വാസികൾ അവിടെ പോകുമ്പോൾ അതിൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങളും അല്ലെങ്കിൽ അനുഭാവികളും അടക്കം അവിടെ പോകുന്നുണ്ട്.
ഇപ്പോൾ പാളയം പള്ളിയിലെയോ അല്ലെങ്കിൽ കോഴിക്കോട് പള്ളിയിലെയോ ഒരു വെള്ളിയാഴ്ച നമസ്കാരം എടുത്താൽ അവിടെ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഭാഗമായിട്ടുള്ള ആളുകൾ അവിടെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ മതം മുഴുവൻ നിരസിച്ചു വന്നാലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എടുക്കൂ എന്നുള്ള നിലപാടൊന്നും ഇല്ല. അത് ഇവരൊന്നും മനസ്സിലാക്കാത്തതാണ്. ലോകത്തെ പ്രധാനപ്പെട്ട പിന്നീട് സൈദ്ധാന്തികരുടെ നിലപാടുകൾ പരിശോധിച്ചാൽ അറിയാം. മഹാനായ ലെനിനെ പോലുള്ള ആളുകൾ വിശദീകരിച്ചത് പണ്ഡിതനായ പുരോഹിതനായ ആൾക്ക് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുക്കാമെന്നാണ്. ഇന്ത്യയിലെ CPIM-ന്റെ ഭരണഘടന വായിച്ചാലും ഈ മതം മുഴുവൻ തള്ളിക്കളഞ്ഞതിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുക്കണമെന്നോ അതിന്റെ അനുഭാവി ആയിരിക്കണമെന്നുള്ള വ്യവസ്ഥയൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIM-ന്റെ ഭരണഘടനയിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഭരണഘടനയിലോ ഒന്നും ഇല്ല. ഇവരിതൊന്നും മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. പിന്നെ MSF-ന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞത് ഈ ക്യാമ്പസുകൾ മുഴുവൻ പിന്നീട് വലിയ അപകടകരമായ സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് SFI-ക്ക് മറ്റ് പ്രത്യേകിച്ച് വലിയ ചുമതലകളൊന്നും ഇല്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നുപോലും കേരളത്തിലെ ഗവർണറുടെ അധികാര ധാർഷ്ട്യത്തിനെതിരായിട്ട് പഠിപ്പ് മുടക്കി രാജ്ഭവൻ മാർച്ച് നടത്തിയ ഉജ്ജ്വലമായ പ്രതിഷേധവും പ്രതികരണവും നമ്മുടെ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരുന്ന സംഘടനയാണ് SFI. ക്യാമ്പസുകളിലും വലിയ സ്വീകാര്യതയുള്ള സംഘടനയാണ്. പിന്നെ വ്യക്തികളെ സംബന്ധിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യക്തികളുടെ സ്വാതന്ത്ര്യം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നേരത്തെ ഇടുക്കിയിലെയും അതുപോലെയും കോട്ടയത്തെയും മതപുരോഹിതരുടെ അഭിപ്രായങ്ങളെ ശക്തമായിട്ട് നമ്മൾ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയത്. ഇവിടെ ഇപ്പോൾ നാസർ ഫൈസി കൂടത്തായിയുടെ അഭിപ്രായത്തെയും നമ്മൾ ആ അഭിപ്രായം ശരിയല്ല, അത് പിൻവലിക്കണമെന്ന് പറയുന്നത്. പിന്നെ RSS-ഉം ഹിന്ദുത്വ സംഘടനകളും തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകളും SDPI പോലെ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ എടുക്കുന്ന നിലപാടിനോട് അതിശക്തമായിട്ടുള്ള വിയോജിപ്പ് നമ്മൾ രേഖപ്പെടുത്തും. അവരൊന്നും തിരുത്തൽ പ്രക്രിയയ്ക്ക് വിധേയമാകുന്നവരല്ല. അവർ അടിസ്ഥാനപരമായി തന്നെ മതമൗലികവാദവും മതഭീകരവാദവും സ്വീകരിച്ചവരാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ഇടുക്കിയിലെയോ അല്ലെങ്കിൽ കോട്ടയത്തെയോ ബിഷപ്പുമാരോ അല്ലെങ്കിൽ ഈ പറയുന്ന സുന്നി സംഘടനകളുടെ ഭാഗമായിട്ടുള്ള ആളുകളോ ഒന്നും മതമൗലികവാദപരമായ നിലപാട് സ്വീകരിക്കുന്നവരല്ല. അവരുടെ അഭിപ്രായങ്ങൾ പ്രശ്നാധിഷ്ഠിതമായി നമുക്ക് വിയോജിക്കേണ്ടി വരും. നമ്മൾ അതിനോട് ശക്തമായ പ്രതികരണങ്ങൾ ഉയർത്തും. പക്ഷേ വർഗീയ സംഘടനകളും തീവ്ര മത സംഘടനകളും എടുക്കുന്ന നിലപാടിനെ തീർച്ചയായിട്ടും അവർ തിരുത്തൽ പ്രക്രിയയ്ക്ക് തയ്യാറാകുന്നില്ല. പിന്നെ മൂന്നാമത് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെ എന്ന കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോ ഒരുപക്ഷെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹകരിച്ചു പ്രവർത്തിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനമടക്കം വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ സംശയങ്ങൾ വിതയ്ക്കാൻ ചില ആളുകൾ ശ്രമിച്ചു. അന്ന് മുസ്ലിം പണ്ഡിതരുടെ അഖിലേന്ത്യാ നേതൃത്വമായി നിന്ന ഉലമാക്കൾ എന്ന് വിളിക്കപ്പെട്ട പണ്ഡിത ശ്രേഷ്ഠർ നിരീക്ഷിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ അറേബ്യയിൽ പ്രവാചകനായിരുന്ന മുഹമ്മദ് നബി ജീവിക്കുന്ന കാലത്ത് അദ്ദേഹം ജീവിക്കുന്ന കാലത്ത് വ്യത്യസ്ത മതഗോത്ര വിഭാഗങ്ങളുമായി സഹകരിച്ചു. അവരുമായി പലപ്പോഴും സന്ധി ചെയ്തു, അവരുമായി സഹകരിച്ചു, അവരുമായി ഇടകലർന്ന് ജീവിക്കാൻ ആവശ്യമായ സന്ദേശങ്ങൾ കൊടുത്തു. അങ്ങനെ ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ മുസ്ലിങ്ങൾ ജീവിക്കണം എന്നതിന്റെ സൈദ്ധാന്തിക പരിപ്രേക്ഷ്യം ഇസ്ലാമിക സമൂഹത്തിനുള്ളിലുണ്ട്. അതോടൊപ്പം ഇന്നത്തെ ഇന്ത്യൻ ഭരണഘടനയും അതോടൊപ്പം സ്പെഷ്യൽ മാരേജ് ആക്ടും നിലനിൽക്കുന്ന നിയമങ്ങളുമൊക്കെ വ്യത്യസ്ത മത വിഭാഗങ്ങളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കണ്ട. അഭിലാഷേ, ഞങ്ങൾ പ്രത്യേകം കമ്മിറ്റി കൂടി ഞങ്ങൾ ഇതാ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയണ്ട. മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് രാജ്യത്തുള്ളത്. അതുകൊണ്ടാണ് ഗവൺമെന്റിന്റെ തന്നെ തീരുമാനങ്ങളുണ്ട്. മിശ്ര വിവാഹിതരായ ദമ്പതികൾക്ക് അതത് പ്രദേശങ്ങളിൽ ട്രാൻസ്ഫർ വന്നാൽ പോലും രണ്ടുപേർക്കും ഒരു പ്രദേശത്ത് തന്നെ പിന്നെ ജോലി ചെയ്യാൻ സാഹചര്യം ഉണ്ടാക്കണം. അവരുടെ മക്കൾക്ക് അതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കണം. ഇനി ഒരാൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരനും ഒരാൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ജീവനക്കാരനുമാണെങ്കിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരൻ ജോലി ചെയ്യുന്ന സ്റ്റേഷൻ അടുത്ത് തന്നെ ഈ സംസ്ഥാന ജീവനക്കാരനായ ആൾക്ക് പിന്നെ നിയമനം കൊടുക്കണം. അങ്ങനെ മിശ്ര വിവാഹിതരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് രാജ്യത്തെ നിയമത്തിനുള്ളത്. ഞങ്ങൾ പ്രത്യേകം കമ്മിറ്റി കൂടി തീരുമാനമെടുത്തൊന്നും കൊടുക്കണ്ട, അത് നിയമമാണ്. എന്നാൽ ഒരു കാര്യം അഭിലാഷ, ഒരു കാര്യം, ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവന്ന് മുസ്ലിം വിവാഹ നിയമങ്ങളെയും ക്രിസ്ത്യൻ വിവാഹ നിയമങ്ങളെയും രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ പരിരക്ഷയെയും അട്ടിമറിക്കാൻ RSS-ഉം സംഘപരിവാറും വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞത് എന്താ? മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ന്യൂനപക്ഷങ്ങളുടെയും സാംസ്കാരിക ജീവിതത്തെ സംരക്ഷിക്കാനുള്ള നിലവിലുള്ള നിയമങ്ങൾ അട്ടിമറിക്കരുത്. അതാണ് ഞങ്ങൾ നിലപാടെടുത്തത്. MSF-ന്റെ പ്രതിനിധിയൊക്കെ ചർച്ചയ്ക്ക് മറുപടി പറയണം. ഞങ്ങളുടെ നിലപാട്, ഖണ്ഡിതമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു അക്കാര്യത്തിൽ. ശരി, ഓക്കെ. ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ ഇപ്പോ മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ മിശ്ര വിവാഹിതർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്ന പദ്ധതികളുണ്ട്. മിശ്ര വിവാഹിതരായ ധാരാളം സെലിബ്രിറ്റികളോ പൊതുസമ്മതരായ പൊതുസമൂഹത്തിൽ ഉന്നത ശ്രേണിയിൽ ഇരിക്കുന്നവരോ ആയ ധാരാളം ആളുകളുണ്ട്. അതൊക്കെ ശരി തന്നെ. പക്ഷേ നോക്കൂ, നമ്മുടെ സമൂഹത്തിൽ മിശ്ര വിവാഹം കൂടുതൽ പ്രോബ്ലമാറ്റിക് ആവുകയല്ലേ? എല്ലാ മതത്തിലെയും പല ഇലമെന്റ്സ്, ഇപ്പോൾ ഹിന്ദു വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട തീവ്ര സംഘടനകൾ കുറെ കാലമായി ലവ് ജിഹാദ് ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. കാസ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ സമസ്തയിലെ ഒരു ഫാക്ഷൻ അല്ലെങ്കിൽ സമസ്തയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം അവരുടെ സമൂഹത്തിലും ആ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അത് പുറത്തേക്ക് വരികയാണ്. അത് പുറത്തേക്ക് വരുന്നത് നമ്മുടെ ബഹുസ്വര
സാമൂഹ്യ അന്തരീക്ഷത്തെ കുറച്ചൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ വരും കാലത്ത് മിശ്ര വിവാഹം നടത്തുക എന്നുള്ളത് തന്നെ ബുദ്ധിമുട്ടാവുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇപ്പോൾ മുൻപ് അല്ലെങ്കിൽ ഇപ്പോഴത്തെയും യുവജന നേതാക്കൾ മിക്കവാറും പേരൊക്കെ മിശ്ര വിവാഹിതരാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് മിശ്ര വിവാഹം കഴിച്ചാൽ പോലും പ്രശ്നമാവും എന്ന അവസ്ഥയിലേക്കാണോ പോകുന്നത്? അവിടെയാണ് നമ്മൾ ഈ പോസിറ്റീവ് പറയുന്നവരെ എന്നും ഹൈലൈറ്റ് ചെയ്യണം. NSSന്റെയും സുകുമാരൻ നായർ സാറിന്റെയും നിലപാട് നോക്കൂ. ഒരുപക്ഷെ ലവ് ജിഹാദ് ക്യാമ്പയിൻ നമ്മളുടെ പല ആൾക്കാരും വളരെ കൊണ്ടുപിടിച്ച് നടക്കുമ്പോൾ അദ്ദേഹത്തിന് ശ്രീ സുകുമാരൻ നായർക്ക് ഒരു ലാഭവും കിട്ടാൻ പോകുന്നില്ല ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞത്. പക്ഷേ ലവ് ജിഹാദ് ഇല്ല എന്നും അത് വെറും ക്യാമ്പയിൻ ആണെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആൾക്കാർ കല്യാണം കഴിക്കുന്നുണ്ടെന്നും ഒരു സമുദായ നേതാവിന് പറയാൻ കഴിയുന്നതിന്റെ നന്മ, പോസിറ്റിവിറ്റി നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ആവശ്യം കൂടിയുണ്ട്. അത് അദ്ദേഹത്തെ പോലൊരു സ്ഥാനത്തിരിക്കുന്ന ആൾ ചെയ്യുന്നത്. ഞാനൊക്കെ എന്നും ചെയ്യുന്നുണ്ട്, പക്ഷെ ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്. അദ്ദേഹത്തെ പോലൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നത് നന്മ തന്നെയാണ്. രണ്ട്, നമ്മുടെ സമൂഹത്തിൽ ഇന്നും ബഹുഭൂരിപക്ഷവും ഈ എൻഡോഗാമി എന്നൊക്കെ വിളിക്കുന്നത് പോലെ സ്വന്തം സമുദായത്തിലുള്ള കല്യാണമാണ്. പക്ഷേ കൂടുതൽ ഇന്റർ കാസ്റ്റും ഇന്റർ റിലീജിയസ് മാരേജും വരുന്നുണ്ട്. അവരെ വിക്ടിമൈസ് ചെയ്യരുത്, അവരെ ഒരു കാരണവശാലും പ്രശ്നവൽക്കരിക്കരുത്. ഇപ്പോൾ സഞ്ജയ് ദത്തൊക്കെ അങ്ങനെ ഇന്റർ റിലീജിയസ് മാരേജിന്റെ ഭാഗമാണ്. ഒരുപാട് സെലിബ്രിറ്റീസ് അങ്ങനെ ഇന്റർ റിലീജിയസ് മാരേജിന്റെ ഭാഗമാണ്. അപ്പം അത്തരക്കാരെ നെഗറ്റീവിലേക്കോ സ്റ്റീരിയോ ടൈപ്പോ ചെയ്യാതിരിക്കാനുള്ള ഒരു സംരക്ഷണം നമ്മുടെ സമൂഹം കൊടുക്കണം. രണ്ട്, പിന്നെ CPM-നോടുള്ള ഒരു ആശയപരമായ എതിർപ്പ്. എനിക്ക് അവിടെയാണ് ശ്രീ നാസർ ഫൈസി കൂടത്തായും MSF ഒക്കെ ശ്രദ്ധിക്കേണ്ടത്. ഈ ജെൻഡർ ജസ്റ്റിസ് പോലുള്ള കാര്യങ്ങളിൽ ഇവരുടെ ജെൻഡർ നോക്കണ്ട, ജെൻഡർ ബ്ലൈൻഡ്നെസ്സിനെ ഇല്ലാതെ ഉള്ള താത്വികമായ എതിർപ്പുകൾ മുസ്ലിം സമൂഹം തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുവന്നത്. അത്തരം കാര്യം ഇപ്പം ജെൻഡർ യൂണിഫോമിറ്റി എന്ന് പറയുന്ന തെറ്റായ ആശയം കൊണ്ടുവരുമ്പോൾ അങ്ങനെയല്ല, ജെൻഡർ സെൻസിറ്റിവിറ്റി വേണം എന്ന നല്ല നിലപാടെടുക്കുകയും കേരളത്തിൽ വിജയിപ്പിക്കുകയും ചെയ്ത പ്രസ്ഥാനങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ പോസിറ്റീവ്ലി മുമ്പോട്ട് നയിക്കേണ്ടത്. ലെഫ്റ്റിന് രാഹുലിലേക്ക് മടങ്ങിയെത്താം. രാഹുലിന്റെ കണക്ടിവിറ്റി എനിക്ക് ഒന്നുകൂടി ശരിയാക്കേണ്ടതുണ്ട്. അപ്പോഴേക്ക് ഷേ അബൂബക്കർ ഫൈസി മലയമണ്ണൂർ. ഷേ അബൂബക്കർ ഫൈസി, നോക്കൂ, ഇപ്പോൾ സമസ്ത സർക്കാരുമായിട്ട് വളരെ, പ്രത്യേകിച്ച് ജിഫ്രി മുത്തുക്കോയ തങ്ങളൊക്കെ വളരെ സർക്കാരുമായിട്ട് വളരെ നല്ല ടേംസിലാണ്. എന്ന് മാത്രമല്ല സമസ്തയിൽ ഒരു വിഭാഗം സർക്കാരുമായും CPM-ഉമായും നല്ലതുപോലെ അവരുടെ പ്രോഗ്രാമുകളിൽ അടക്കം സഹകരിക്കുന്നു, സെമിനാറിൽ പോകുന്നു, നല്ല കോർഡിയലായ ബന്ധമുണ്ട്. അതിൽ എതിർപ്പുള്ള ഒരു വിഭാഗമുണ്ട്, പ്രത്യേകിച്ച് ലീഗ് പക്ഷപാതികളായ സമസ്ത നേതാക്കൾ. അതിലൊരാളാണ് നാസർ ഫൈസി കൂടത്തായി. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ CPM-ഉം സർക്കാരും തമ്മിൽ നല്ല അടി ഉണ്ടാവണം എന്ന അർത്ഥത്തിലല്ലേ ഇപ്പോൾ ഇങ്ങനെ ഒരു പരാമർശം, ഒരു പ്രസംഗം നാസർ ഫൈസി നടത്തുന്നു. തിരിച്ച് CPM നേതാക്കൾ വളരെ ആഞ്ഞടിച്ചുള്ള മറുപടി പറഞ്ഞാൽ ഇതേ സുന്നത്ത് ജമാഅത്തിനെ ആക്രമിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വേറൊരു ക്യാമ്പയിൻ നടത്താൻ പറ്റും. അപ്പോൾ യഥാർത്ഥത്തിൽ കുളം കലക്കുക, CPM-നെയും സമസ്തയും തമ്മിൽ അടുപ്പിക്കുക എന്നുള്ളതല്ലേ യഥാർത്ഥത്തിൽ ഇതിന്റെ ലക്ഷ്യം? താങ്കൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കാരണം സമസ്ത ഒരു ആധ്യാത്മിക പ്രസ്ഥാനമാണ്. സമസ്തക്ക് ഭൗതിക രാഷ്ട്രീയമില്ല. ഇസ്ലാമിക് വിരുദ്ധമല്ലാത്ത, മതവിരുദ്ധമല്ലാത്ത എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും സഹകരിക്കാമെന്നും അതിൽ പ്രവർത്തിക്കാമെന്നും സമസ്ത കൃത്യമായ അതിന്റെ കീഴ്വഴക്കും നിലപാടുള്ള സഭയാണ് സമസ്ത. അതുകൊണ്ട് സമസ്തക്ക് ഒരു രാഷ്ട്രീയമായ പ്രത്യേക താല്പര്യമില്ലാത്തതുകൊണ്ട് താങ്കളുടെ ആ വാദം സമസ്തയെ ബന്ധപ്പെട്ട് തെറ്റാണ്. അല്ല, അത് താത്വികമായ ഒരു നിലപാട് തറയല്ലേ ഷേ അബൂബക്കർ ഫൈസി മലയമ്മ? നമ്മൾ PMI സലാം തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പരിഹസിക്കുന്നത് കേട്ടതല്ലേ പത്രസമ്മേളനത്തിൽ, മുഖ്യമന്ത്രിയുമായിട്ട് ഫോൺ വിളിക്കുന്നതിനെ ഒക്കെ പരാമർശിച്ച്. അപ്പോൾ ഒരു തരത്തിലുള്ള ഫ്രിക്ഷൻ ഉണ്ട്. സമസ്തക്കുള്ളിൽ രണ്ടഭിപ്രായമുണ്ട്. സമസ്തയിൽ ലീഗ് പക്ഷപാതികളും അത്ര ലീഗ് പക്ഷപാതികളും. അഭിലാഷ വിഷയത്തെ ഡൈവേർട്ട് ചെയ്യാണ്. പാണക്കാട് സ്വാദിഖലി ശിഹാബ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട സമസ്തയുടെ അധ്യക്ഷൻ ഷഹീദുൽ ഉലമ ജിഫ്രി തങ്ങളെ സംബന്ധിച്ചല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം PMA സലാം സാഹിബ് ആണെങ്കിൽ ഒരു വ്യക്തിയെ പരാമർശിച്ചിട്ടുമില്ല. അതുകൊണ്ട് താങ്കൾ വിഷയത്തെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടുപോവാണ്. അല്ല, ഡൈവേർട്ട് ചെയ്യുന്നതല്ല ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ സമസ്തയിലെ ലീഗ് അനുകൂലികളും CPM അനുകൂലികളും തമ്മിലുള്ള സംഘർഷത്തിൽ കുറച്ച് പോയിന്റ്സ് അധികം എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിവാദമല്ലേ നാസർ ഫൈസി കൂടത്തായി ഇത് എന്നുള്ളതാണ് എന്റെ ചോദ്യവും എന്റെ പോയിന്റും. ഒരിക്കലും അല്ല. കാരണം നാസർ ഫൈസി കൂടത്തായി അവിടെ രാഷ്ട്രീയ വ്യക്തിയോടല്ല സംസാരിച്ചത്. നാസർ ഫൈസി കൂടത്തായി സംസാരിച്ചത് SMF അഥവാ കോഴിക്കോട് ജില്ലയിലെ മഹല്ല് ഭാരവാഹികളോടാണ്. പല വിഷയങ്ങളുടെ കൂട്ടത്തിൽ 2-3 വരികൾ മാത്രമാണ് ആ വിഷയം പറഞ്ഞത്. അതവിടെ കൃത്യമാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പറയുന്നത് പാൽപായസം നിറച്ചു വെച്ചിട്ട് അതിൽ ഒരു തുള്ളി വിഷം പോരെ ഷേ അബൂബക്കർ ഫൈസി? 2 വാചകമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് അത് കുറവാവുന്നില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കുറെ നേരമായി നിങ്ങളെല്ലാം പറയുന്ന ഭരണഘടന, അതുപോലെ തന്നെ ഇവിടുത്തെ മിത്ര വിവാഹം, അവിടുത്തെ സ്പെഷ്യൽ മാരേജ് ആക്ട് ഒക്കെ പറയുന്നുണ്ട്. നമ്മളൊന്നും ആ നിയമത്തിനോ അല്ലെങ്കിൽ ഭരണഘടനയ്ക്കോ എതിരല്ല സംസാരിക്കുന്നത്. മതവിശ്വാസികൾ മൂല്യങ്ങൾ പാലിക്കണം. അത് വനിതാ എന്നാ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായി ഇസ്ലാമിക സമൂഹത്തിൽ നിക്കാഹ് വിവാഹം എന്നത് മതവിശ്വാസികൾ തമ്മിലുള്ള ഒരു വിവാഹ ബന്ധത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മതത്തിന്റെ മൂല്യമാണത്. അപ്പൊ അതിൽ ഉറച്ചിട്ട് പറഞ്ഞാൽ എങ്ങനെയാണ് അത് ഭരണഘടന വിരുദ്ധാകുക? അല്ല,
ഭരണഘടന ഒരു വ്യക്തിക്ക് ജീവിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 21 അനുസരിച്ച് ഒരു വ്യക്തിക്ക് സ്വയം നിർണയാവകാശം നൽകിയിട്ടുണ്ട്. ആ വ്യക്തിക്ക് അയാൾക്ക് ഇഷ്ടമുള്ള ലൈഫ് പാർട്ട്ണറെ തെരഞ്ഞെടുക്കാം. ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടമുള്ള ലൈഫ് പാർട്ട്ണറെ തെരഞ്ഞെടുക്കാം എന്നുള്ളതായിരുന്നു ഹാദിയ കേസിലെ സുപ്രീം കോടതി വിധി. ആ ഹാദിയ കേസിലെ സുപ്രീം കോടതി വിധിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ഞാൻ അങ്ങയോട് നേരത്തെ ചോദിച്ചിരുന്നു. ഇല്ലേ? ഞാൻ പറയട്ടെ, അതേ ഭരണഘടന മതം പ്രചരിപ്പിക്കാൻ അവകാശം റൈറ്റ് നൽകുന്നുണ്ട്. ഉണ്ട്. അതാണ് ഈ പറയുന്നത്. മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 25 നൽകുന്നുണ്ട്. അവിടെ ഒരു വ്യക്തി വിവാഹം കഴിച്ച ഉടനെ അത് റാഞ്ചിക്കൊണ്ടു പോകലാണ് എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. മതം വിശ്വസിക്കേണ്ട ഒരാൾക്ക് മതം വിശ്വസിക്കാം. പറയൂ. ഒരു മിനിറ്റ് പറയാൻ സമ്മതിക്കൂ. ഇവിടെ സമസ്തയോ അല്ലെങ്കിൽ സമസ്തയുടെ ഘടകങ്ങളോ അതിനെ അട്ടിമറിക്കാൻ വരുന്നില്ല. ഈ മിശ്ര വിവാഹിതരെ ആക്രമിക്കാൻ വരുന്നില്ല. മതവിശ്വാസികളോട് മതം പറഞ്ഞു കൊടുക്കുകയാണ്. മതം നിങ്ങൾ പാലിക്കണം, വിവാഹത്തിന്റെ മതം പാലിക്കണം. മിശ്ര വിവാഹത്തിന് ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. ഇസ്ലാം വിവാഹം എന്ന് പറയുന്നത് മതവിശ്വാസികൾ തമ്മിലാണ്, മുസ്ലിങ്ങൾ തമ്മിലാണ്. അല്ലാത്ത വിവാഹത്തെ മതപരമായിട്ട് ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നല്ലേ പറയുന്നുള്ളൂ. അബൂബക്കർ ഫൈസി, നമ്മളൊരു ബഹുസ്വര പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ പാലിക്കേണ്ടതായ ചില മര്യാദകളുണ്ടല്ലോ. മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി CPM മിശ്ര വിവാഹം നടത്തുകയാണ്. പാർട്ടി ഓഫീസുകളിൽ നേതാക്കളുടെ സാന്നിധ്യത്തിൽ മുസ്ലിം പെൺകുട്ടികളെ അമുസ്ലിമുകൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനെതിരെ മഹല്ലുകൾ സംഘടിച്ചു നിൽക്കണം. ഇത് മഹല്ല് ജമാഅത്തുകൾക്ക് നൽകുന്ന ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് എന്ന് പറഞ്ഞാൽ നോക്കൂ, നമ്മുടെ പോലെ ഒരു സമൂഹത്തിൽ ഇങ്ങനെ ഈ തരത്തിലുള്ള ഒരു പരാമർശവും പ്രസംഗവും പുറത്തേക്ക് വരുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണ് എന്ന് അറിയാത്ത ആളാണോ നിങ്ങൾ? യോഗി ആദിത്യനാഥ് നടത്തുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കൾ നടത്തുന്ന പരാമർശങ്ങളെയൊക്കെ വലിയ കുഴപ്പമാണ്, ഹെയ്റ്റ് സ്പീച്ച് ആണ് എന്ന് പറയുന്നതാണല്ലോ. അപ്പൊ ഞങ്ങൾ നടത്തിയ നല്ലത്, മറ്റവർ നടത്തിയ ഹെയ്റ്റ് സ്പീച്ച് എന്നുള്ള നിലപാട് കൊള്ളാം, നല്ലതാണ് എന്നേ പറയാനുള്ളൂ. അങ്ങനല്ല നിങ്ങൾ ഇതിനെ കാണേണ്ടത്. പ്രത്യേകിച്ചും കോഴിക്കോട് ജില്ലയുടെ പേരാമ്പ്ര, മേപ്പയൂർ പോലുള്ള പ്രദേശങ്ങളിൽ ഈടെ നടന്ന ചില വിവാഹങ്ങളുണ്ട്. ഞാൻ വിവാഹത്തിന്റെ അതിന്റെ പേരുകളും കൂട്ടിയിട്ടില്ല. ആ വിവാഹം മുസ്ലിം ചെറുപ്പക്കാരികൾ, മുസ്ലിം പെൺകുട്ടികളെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ വിവാഹം ചെയ്തതാണ്. ആയിക്കോട്ടെ, അതാ മുസ്ലിം പെൺകുട്ടികളുടെ, മുസ്ലിം യുവതികളുടെ റൈറ്റ് അല്ലേ? അവർ 18 വയസ്സ് കഴിഞ്ഞ ആളുകൾ അവരവരുടെ പാർട്ണറെ തെരഞ്ഞെടുത്തു. അവരുടെ പാർട്ണർ DYFI ആയി പോയി എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ഞാൻ ചോദിക്കട്ടെ, ആ വിവാഹത്തെ നമ്മൾ എതിർത്തിട്ടില്ല, അഥവാ നമ്മൾ നിയമപരമായിട്ടോ കായികമായിട്ടോ നേരിട്ടിട്ടില്ല. പക്ഷേ അങ്ങനെ നേരിടാൻ പറ്റില്ലല്ലോ. അതെങ്ങനെയാണ് ആ വിവാഹത്തെ എങ്ങനെയാണ് നിയമപരമായി നേരിടുക? നിയമപരമായി നേരിടാൻ ഒരു സ്കോപ്പും ഇല്ല. ഒരാളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാൽ നിയമപരമായി നേരിടാൻ, കായികമായി നേരിട്ട് കഴിഞ്ഞാൽ രാജ്യത്ത് നിയമം ഉണ്ടാകത്ത് കിടക്കും. അത് രണ്ടും നിങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾ രണ്ടും നടത്തിയില്ല എന്ന് വളരെ ഔദാര്യപൂർവ്വം പറയുന്നത് അത് രണ്ടും നിങ്ങൾക്ക് പറ്റില്ല. നിയമപരമായി നേരിടാൻ പറ്റില്ല, കാരണം അങ്ങനെ നിയമമില്ല. കായികമായി നേരിട്ടാൽ നിയമത്തെ നേരിടേണ്ടി വരും. നിങ്ങൾ പറയാൻ സമ്മതിക്കണം. ഞാൻ പറയുന്നത് മതവിശ്വാസിയുടെ മതം പറഞ്ഞു കൊടുത്താണ്. അത് മതവിരുദ്ധമാണ്, അത് മതശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമാണ്. നേരത്തെ ചർച്ചയിൽ പറഞ്ഞല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മതവിശ്വാസികളോട് മതം പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ നോക്കൂ, വളരെ എന്താ പറയുക, ഇതിനേക്കാൾ നല്ല ഭാഷയിൽ ഇടുക്കി ബിഷപ്പ് സംസാരിച്ചപ്പോൾ തന്നെ എന്തുമാത്രം കുഴപ്പം ഇവിടെ ഉണ്ടായി. അവരെ പാർട്ടി ഓഫീസുകൾ, DYFIക്കാരും SFIക്കാരും തട്ടിക്കൊണ്ടുപോയി പാർട്ടി ഓഫീസിൽ വെച്ച് അമുസ്ലിങ്ങളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു എന്ന് പറയുന്നത് ആ നിലയ്ക്ക് മതം പറഞ്ഞു കൊടുക്കലായിട്ട് നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുമോ? കേൾക്കുമോ? എല്ലാ മതപ്രഭാഷകരും ഇങ്ങനെയാണോ മതം പറയാറ്? നാസർ ഫൈസി കൂടത്തായി കൃത്യമായി പറഞ്ഞു, തട്ടിക്കൊണ്ടുപോയി ഉദ്ദേശിച്ചത് ഞാൻ തട്ടിക്കൊണ്ടുപോകൽ എന്നുള്ളത് ഇനി പ്രണയിച്ച് വശീകരിച്ചു തന്നെ വെച്ചോ. തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വാക്ക് വിട്, ബാക്കിയില്ല കാര്യങ്ങളൊക്കെ അങ്ങനെയാണോ സാധാരണ മതപ്രഭാഷകര് പ്രഭാഷണം നടത്താറ്? അവിടെ കൃത്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രണയത്തിന്റെ മറവിൽ മതനിരാസം പ്രചരിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാർ അവർ മതനിരാസം പ്രകടിപ്പിക്കുന്നവരുമാണ്. ആ കമ്മ്യൂണിസത്തിന്റെയും മതത്തിന്റെ മറവിൽ മതത്തിൽ വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം, അത് ആർട്ടിക്കിൾ 25 അനുസരിച്ച് അത് മനസാക്ഷിക്കുള്ള അവകാശമാണ്. വിശ്വസിക്കാതിരിക്കാം. ഒരാളിപ്പോ വിശ്വസിക്കുന്നില്ല എന്ന് വെച്ചിട്ട് അയാളെ നിർബന്ധിച്ച് വിശ്വസിപ്പിക്കാൻ പറ്റുമോ? പറഞ്ഞിട്ടില്ലല്ലോ. ആരങ്ങനെ പറഞ്ഞത്? പിന്നെ പറയുന്നത് ശരി, മതം പ്രചരിപ്പിക്കുന്നത് പോലെ ഇനി മതനിരാസം പ്രചരിപ്പിച്ചു എന്നുള്ള വേർഡ് ഞാൻ എടുക്കാം. മതനിരാസം പ്രചരിപ്പിക്കാനുള്ള അവകാശമില്ലേ ഈ രാജ്യത്തെ പൗരന്മാർക്ക്? നമ്മളതിന് ചോദ്യം ചെയ്യുന്നില്ല. എന്തിനാണ് ചോദ്യം ചെയ്യുന്നത്? അല്ല, നമ്മൾ ചോദ്യം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ സ്വാഭാവികമായി അടുത്ത കാലത്തായി ഇവിടുത്തെ സംഘപരിവാർ ഭീഷണി ഉയർത്തിക്കാട്ടിയിട്ട് മുസ്ലിം സമുദായത്തോട് കൂടുതൽ ഈ മതനിരപേക്ഷത പറയുന്നുണ്ട്. എന്നാൽ അതുപോലെ മുസ്ലിം സമുദായത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയൂ, മുസ്ലിം സമുദായത്തോട് CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ കൂടുതൽ അടുക്കുന്നുണ്ട്. സമസ്തയിൽ പോലും അക്കാര്യത്തിൽ ഒരു എന്താ പറയാ, ചില തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. കൂടുതൽ മുസ്ലിം മതവിശ്വാസികൾ ഇടതുപക്ഷത്തോട് അടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അതിൽ പ്രശ്നമുണ്ട്, പ്രശ്നമുള്ള ആളുകൾ കുളം കലക്കുന്നു എന്ന് സാമാന്യമായി പറയാം. നിങ്ങൾ പറയാൻ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാ? അങ്ങ് പറയുന്നുണ്ട്, ഞാനും പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾ അല്ലാതെ കയറങ്ങള്
ഇതിന്റെ മറവിൽ അഥവാ മുസ്ലിം സമുദായം അടക്കമുള്ള ഇവിടുത്തെ ഈ വിഷയങ്ങളിൽ ഇതിന്റെ മറവിൽ ഇതേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ അവരുടെ പ്രധാനപ്പെട്ട ആശയം കമ്മ്യൂണിസം എന്ന് പറയുന്ന മതനിരാസമാണ്, മതനിഷേധമാണ്. അതിന്റെ മറവിൽ പലപ്പോഴായി നമ്മുടെ പ്രാദേശിക തലങ്ങളിൽ മുസ്ലിം പെൺകുട്ടികളെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകന്മാർ വിവാഹം കഴിച്ചിട്ടുണ്ട്. അവർ അമ്പലത്തിൽ പാർട്ടി ഓഫീസ് കൊണ്ടുപോയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരായ ആളുകളൊക്കെ മതനിരാസം ഉള്ള ആളുകളാണ്. എത്രയോ മതവിശ്വാസികളുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. മുസ്ലിം മതവിശ്വാസികൾ എത്രയോ ആൾക്കാരുണ്ട്. KT ജലീൽ, AM ആരിഫ്, എത്രയോ TK ഹംസ, എത്രയോ മുസ്ലിം മതവിശ്വാസികളായ ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. അവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുന്നവരെല്ലാം മതനിരാസം ഉള്ള ആളുകളാണോ? കമ്മ്യൂണിസം എന്ന് പറയുന്നത് മതനിരാസമാണ്, മതനിഷേധമാണ്. കൃത്യമായി ലോകത്ത് അതിന്റെ ആശയം അങ്ങനെയാണ്. മാക്സ് ലോകത്ത് പഠിപ്പിച്ച കമ്മ്യൂണിസം അതാണ്. എന്ന് മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയുന്നത് ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി അല്ലേ? അതിൽ അമ്പലത്തിൽ പോകുന്നവരും പള്ളിയിൽ പോകുന്നവരും ചർച്ചിൽ പോകുന്നവരും ഒക്കെ ധാരാളം ആൾക്കാരുണ്ട്. വളരെ പ്രകടമായി തന്നെ മതം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എത്രയോ ആളുകൾ വളരെ ഓപ്പൺ ആയിട്ട് മതം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നിങ്ങളുടെ പ്രശ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി കൂടുതൽ ചെറുപ്പക്കാർ ഞങ്ങളുടെ സമൂഹത്തിൽ സാഹോദര്യപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ സാമീപ്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണോ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ അത് കുറെ കൂടി മാന്യമായ നിലയിൽ പറയണ്ടേ? പെൺകുട്ടികളെ റാഞ്ചിക്കൊണ്ടു പോയിട്ട് കല്യാണം കഴിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിൽ എന്താ പറയാ, നമ്മുടെ നല്ലതുപോലെ ഇരിക്കുന്ന ഒരു സമൂഹത്തിൽ അന്തഛിദ്രം ഉണ്ടാക്കുന്നതല്ലേ? ഒരിക്കലുമല്ല. കാരണം ആ രീതിയിൽ സംസാരിച്ചിട്ടേ ഇല്ല. നാസറുദ്ദീൻ കൃത്യമായി പറഞ്ഞൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം സമൂഹത്തിനകത്ത് പാലിക്കേണ്ട ധാർമ്മിക മര്യാദകളെ പറ്റിയാണ് സംസാരിച്ചത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് മതനിഷേധത്തിൽ അധിഷ്ഠിതമാണ്. ശരി, ഓക്കെ, എനിക്ക് മനസ്സിലായി. ഒരുപാട് കാര്യം റിപ്പീറ്റ് ചെയ്താലും പറയുന്നത് ഒറ്റ കാര്യമാണല്ലോ. ഇവിടെ നോക്കൂ, ദിനു വെയിൽ, ഇതിപ്പോ ധാർമ്മിക മൂല്യം ടീച്ച് ചെയ്തതാണ്. അങ്ങനെ പ്രബോധനം നടത്താനുള്ള അവകാശം ആർക്കും ഉണ്ട്. ഭരണഘടന മതം പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അവകാശവും ആർട്ടിക്കിൾ 25 ഭാഗമായി കൊടുക്കുന്നുണ്ട്. ഇത് ആ അനുച്ഛേദം 25 അനുസരിച്ചുള്ള മതം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതിയുടെ ഭാഗമായി കാണാൻ കഴിയുന്നതാണോ? തീർച്ചയായിട്ടുമല്ല. കാരണം എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ ഖുറാന്റെ ഒരു ആയത്തിനകത്തും ഇതുപോലെ തട്ടിക്കൊണ്ടു പോകുന്നു, വശീകരിക്കുന്നു എന്നുള്ള പ്രയോഗങ്ങൾ ഉണ്ടെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. ആധ്യാത്മികമായിട്ട് മതം പ്രചരിപ്പിക്കുക എന്നുള്ളതിന് മനസ്സിലാക്കേണ്ടത്, ഒരുപക്ഷെ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒറ്റ ഉദാഹരണം പറയാം. എൻ്റെ അച്ഛമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക്, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ മമ്പറത്തെ തങ്ങളെ, പടച്ചോനെ എന്നുള്ള 2 വാക്കുകൾ എപ്പോഴും ഒരു ദളിത് സമുദായത്തിൽപ്പെട്ട എൻ്റെ അച്ഛമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അവരിത് പറയാൻ കാരണം എന്ന് പറയുന്നത് വളരെ കൃത്യമായി കൊണ്ട് സവർണ സമുദായത്തിൽ നിന്ന് ആക്രമണങ്ങൾ നേരിട്ടപ്പോൾ അവരെ സംരക്ഷിച്ച് നിർത്തിയ മത ആത്മീയ നേതാക്കൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇസ്ലാമിന്റെ കോർ വാല്യൂസിൽ ഒന്നായ ഫ്രറ്റേണിറ്റി, സാഹോദര്യം എന്ന് പറഞ്ഞ മൂല്യത്തിൽ ഉയർത്തിപ്പിടിച്ചത് കൊണ്ടാണ് ആ സമയത്ത് മാസീവായിട്ടുള്ള കൺവേർഷൻസ് പോലും ഇസ്ലാമിനകത്തേക്ക് പോയത്. അന്ന് അത് അനിസ്ലാമികമാണെന്ന് പറഞ്ഞുകൊണ്ട് ദളിത് മുസ്ലിമായി ചെന്ന സഹോദരരെ തടഞ്ഞു നിർത്തിയതല്ല ആത്മീയത എന്ന് പറയുന്നത്, മറിച്ച് അവരെ കൂടി ചേർത്ത് പിടിച്ചതാണ് കേരളത്തിന്റെ മുസ്ലിം ആത്മീയതയുടെ കൃത്യമായ സാഹോദര്യ ബോധം നാം കണ്ടിട്ടുള്ളത്. ഇവരൊക്കെ അപമാനിക്കുന്ന തരത്തിലുള്ള കാര്യമാണ് ആത്മീയത എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിക്കൊണ്ട് ഹെയ്റ്റിന്റെ, വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ രാഷ്ട്രീയം പടർത്തിക്കൊണ്ട് സമൂഹത്തിന്റെ അകത്ത് ഇത്തരം ഭിന്നിപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നോക്കൂ, ഇവിടെ കൃത്യമായിക്കൊണ്ട് DYFI പോലുള്ള സംഘടനകൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സംഘടനയുടെ ആത്മാഭിമാനത്തെ കൂടിയാണ് ഇവിടെ ചോദ്യം ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ സംഘടന സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുന്നു എന്ന നിലയിലാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ നേതാവിനെതിരെ എന്തുകൊണ്ടാണ് നമുക്ക് ഡിഫമേഷൻ ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റാത്തത്? നിങ്ങളുടെ സംഘടനയ്ക്ക് എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി സാധിക്കാത്തത്? തൊട്ട് മുൻപ് ചർച്ചയിൽ MSFന്റെ പ്രതിനിധി വന്നുകൊണ്ട് സമാനമായിട്ടുള്ള ഒരു വിദ്വേഷ പരാമർശം നടത്തി. ഇവർക്കെതിരെ കൃത്യമായ നിയമ നടപടികളുമായി പോയിക്കൊണ്ട് ഇനി ഇത്തരം പരാമർശങ്ങൾ ഇവർ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി സംഘടനകളുടെ ഭാഗത്തുനിന്നും കൂടി നടപടികൾ ഉണ്ടാകണം എന്നുള്ളത് കൂടെ ഇതിനോട് ചേർത്ത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒരു മനുഷ്യൻ അന്യമതത്തിൽപ്പെട്ട ആളെയോ സമുദായത്തിൽപ്പെട്ട ആളെയോ ഒക്കെ കല്യാണം കഴിക്കേണ്ടത് വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ മാത്രം കാര്യമാണ്. ആ ഇടത്തിലേക്ക് കയറി ചെല്ലാൻ വേണ്ടി നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല എന്ന് ഉറച്ചു പറയാൻ വേണ്ടി. ശരി തൊഹാനി, നോക്കൂ, ഒരാളുടെ പ്രണയം, ഒരാളുടെ ഇഷ്ടം, ആരെ വിവാഹം കഴിക്കണം എന്ന കാര്യം, ഇതൊക്കെ ഒരാൾ വ്യക്തിപരമായി തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് മറ്റൊരാൾ എങ്ങനെയാണ് അത് ജഡ്ജ് ചെയ്ത് കൊടുക്കുക? ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമല്ലേ. അതിൽ മറ്റ് രാഷ്ട്രീയത്തിനും അതുപോലെ മതത്തിനൊക്കെ എന്താണ് റോൾ? അപ്പോൾ അങ്ങനെ ഒരാളിപ്പോൾ ഒരു മുസ്ലിം ആയ യുവതി അമുസ്ലിമായ ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെട്ടാൽ, അയാളുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചാൽ, അയാളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാൽ അതിനെ രാഷ്ട്രീയത്തിൻ്റെ കണ്ണിൽ കൂടിയാണോ കാണേണ്ടത്? അത് അവരെന്തോ മഹാപാതകം ചെയ്തു എന്നുള്ള നിലയിലാണ് കണ്ടത്? നമ്മുടെ ഭരണഘടന അനുവദിക്കുന്ന കാര്യമാണ്. നമ്മുടേതൊരു ബഹുസ്വര സമൂഹമാണ്. അപ്പോൾ അതിനെയൊക്കെ ആ നിലയിൽ കാണാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി മുസ്ലിം ലീഗും അതിൻ്റെ യുവജന സംഘടനകളും ഒക്കെ വളരണ്ടേ? മുസ്ലിം ലീഗ് എന്നത് ഭരണഘടനയെ ഉൾക്കൊള്ളുന്ന
ഭരണഘടനയുടെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനം തന്നെയാണ്. ഇവിടെ ഭരണഘടനയും അതുപോലെ തന്നെ മിശ്ര വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കും, സ്പെഷ്യൽ മാരേജ് ആക്ടിനെ പ്രോത്സാഹിപ്പിക്കും ഒക്കെ ചിലർ പറയുകയുണ്ടായി. പക്ഷേ എൻ്റെ ഒരു സംശയമാണ് ഞാനിവിടെ അഭിലാഷ് ചോദിക്കുന്നത്. ഭരണഘടനയുടെ പിതാവായിട്ടുള്ള അംബേദ്കർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ആനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള. ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഭരണഘടന ഉദ്ദേശിച്ചത് കാസ്റ്റിൻ്റെ ഉന്മൂലനമാണെന്നുള്ളത്. കാസ്റ്റിൻ്റെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നുള്ളതാണ്, അല്ലാതെ അനിഹിലേഷൻ ഓഫ് റിലീജിയൻ അല്ല. ഇവിടെ റിലീജിയൻ ആയിട്ടുള്ള മാരേജുകളാണ്, അല്ലെങ്കിൽ റിലീജിയൻ തമ്മിലുള്ള മാരേജുകളാണ് ഇവരൊക്കെ പറയുന്ന ആളുകളൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ അവരൊക്കെ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് അവർ എത്ര പേര് ഇവിടെ സംസാരിക്കുന്ന CPM-ന്റെ ആളുകളാവട്ടെ, ഇവരെത്ര പേര് കാസ്റ്റുകൾ തമ്മിലുള്ള മാരേജ് അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്? എത്ര കാസ്റ്റുകൾ തമ്മിലുള്ള മാരേജുകൾ അവരുടെ ഓഫീസുകളിൽ വെച്ച് അവർ നടത്തി കൊടുക്കുന്നുണ്ട്? ഇപ്പം തളിപ്പറമ്പിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഈ തളിപ്പറമ്പിൽ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഒരു വീട്ടിൽ കല്യാണം നടക്കുന്നതിന്റെ തലേന്നാണ് ആ കുട്ടിയെ കൊണ്ടുപോയിട്ട്, അല്ലെങ്കിൽ ആ കല്യാണത്തിന് മുതിരുന്നത് ആ കുട്ടിയാണ്, അല്ലെങ്കിൽ ആ കല്യാണത്തിന് വിവാഹത്തിന് ഡ്രസ്സുകൾ എടുക്കുന്നതും ആഭരണങ്ങൾ വാങ്ങിക്കുന്നതൊക്കെ ആ കുട്ടിയാണ്. പക്ഷെ പിന്നീട് ആ കുട്ടി കല്യാണത്തിന് തലേന്ന് ദിവസം ഒരാളുടെ കൂടെ പോകുന്നൊരു സ്ഥിതി ഉണ്ടായി. അത് നടത്തി കൊടുക്കുന്നതാവട്ടെ അവിടുത്തെ CPM-ന്റെ ഏരിയ കമ്മിറ്റി നേതാവ് അടക്കമുള്ള ആളുകളാണ്. അത്തരം ആളുകളെ ഉദ്ദേശിച്ചതായിരിക്കണം, അല്ലെങ്കിൽ അത്തരം ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം നാസർ ഫൈസി കൂടത്തായി അത്തരത്തിലൊരു അതും നടത്തിയത്. മതത്തിന്റെ ഇഷ്ടത്തിനാണല്ലോ പോയത്. ആഭരണം എടുത്തതും വസ്ത്രം വാങ്ങിയതും ഒക്കെ അവരുടെ വീട്ടുകാരുടെ നിർബന്ധത്തിലോ സാഹചര്യത്തിലോ ആയിരിക്കും. ഒരു വ്യക്തി അയാളുടെ ഇഷ്ടത്തിന്, അയാളുടെ സ്വയം നിർണയാവകാശം അനുസരിച്ച് ഒരു തീരുമാനം എടുക്കുമ്പോൾ സമൂഹത്തിന് അവരെ പിന്തുണയ്ക്കുകയല്ലാതെ വേറെന്താണ് വഴി? അങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു പാതകമാവുക? ഞാനൊന്ന് ചോദിച്ചോട്ടെ അഭിലാഷ്, ഈ CPM-ന്റെ ഒരു അജണ്ടയാണോ, അല്ലെങ്കിൽ CPM ഈ മിശ്രവിവാഹങ്ങൾ നടത്തി കൊടുക്കാം എന്നുള്ളത് അവർ ആർക്കെങ്കിലും ഉറപ്പ് നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രിൻസിപ്പൽ അജണ്ടയുടെ ഭാഗമാണോ അതിനെങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളതല്ല? ഇപ്പൊ ഒരു വ്യക്തി, നമ്മുടെ നാട്ടിലെ ഒരു വ്യക്തി, ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് വിവാഹം കഴിക്കാൻ അവർ തീരുമാനിക്കുന്നെങ്കിൽ ആ തീരുമാനത്തോടൊപ്പം നിൽക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ലാതെ ഒരാൾക്ക് വേറെന്താ ചെയ്യാൻ പറ്റുക? അതേ തീരുമാനത്തിന്റെ, അല്ലെങ്കിൽ അതേ തീരുമാനത്തിലുള്ള അവരുടെ അവകാശത്തെ പോലെ തന്നെയാണ് ഒരു മതപണ്ഡിതന് ആ മതത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത്. സംസാരിക്കാനുള്ള അവകാശമുണ്ട്, പക്ഷെ സംസാരിക്കാനുള്ള അവകാശത്തിൽ തന്നെയാണല്ലോ നമുക്ക് പരിധിയും അഭിപ്രായ സ്വാതന്ത്ര്യം. ആ സംസാരിക്കുന്ന വേദി കൂടെ നിങ്ങൾ നോക്കണം. സംസാരിക്കുന്ന വേദി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പബ്ലിക്കായിട്ട് നിന്ന് പോട്ടെ, ഈ അഡ്വക്കേറ്റ് അനിൽകുമാർ യുക്തിവാദികളുടെ സമ്മേളനത്തിൽ വെച്ചിട്ട് മലപ്പുറത്തെ പെൺകുട്ടികളുടെ തട്ട മൂരിച്ചത് അവരുടെ നേട്ടമായി കൊണ്ട് സംസാരിച്ചിട്ടുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത്തരത്തിലുള്ള ആളുകളുടെ പ്രസ്താവനകൾ ചിലപ്പം ആശങ്കകളായിട്ട് ഈ മതപണ്ഡിതർക്ക് ഉള്ളിലേക്ക് കടന്നു പോയിട്ടുണ്ടാകാം. ശരി, ഓക്കെ. അങ്ങനെ മതപണ്ഡിതർക്ക് പ്രസംഗം കേട്ടിട്ടുള്ള ധാരണയും ചർച്ച അവസാന ഘട്ടത്തിലാണ്. ഷിജു ഖാൻ, ഒന്ന്, ഇവിടെ നേരത്തെ തൊഹാനി ഉന്നയിച്ച, നിങ്ങൾ ഇന്റർ റിലീജിയസ് മാരേജെ പ്രോത്സാഹിപ്പിക്കുള്ളൂ, ഇന്റർ കാസ്റ്റ് മാരേജ് ഇല്ലേ നിങ്ങളുടെ അജണ്ടയിൽ? രണ്ട്, മിശ്ര വിവാഹം നടത്തി കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ രാഷ്ട്രീയ പരിപാടിയാണോ? ഇതിന് രണ്ടുള്ള ഉത്തരം. അതിനുശേഷം 1 മിനിറ്റ് രാഹുൽ ഈശ്വറിന്. ഇതിലെ ഒരു കാര്യം, ഇതിലെ ചില സ്ഥലങ്ങൾ പ്രത്യേകമായി പറയുകയാണ്. കോഴിക്കോട് ജില്ലയിലെ ചില പ്രദേശങ്ങൾ, കണ്ണൂർ ജില്ലയിലെ ചില പ്രദേശങ്ങൾ, അവിടെയൊക്കെ DYFIക്കാരിങ്ങനെ വന്ന് വേറെ എന്തൊക്കെയോ ലക്ഷ്യങ്ങളോടുകൂടി ഇപ്രകാരം ഇടപെടുന്നു എന്നാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടത്. നേരത്തെ PC ജോർജ് ഈരാറ്റുപേട്ടയും പൂഞ്ഞാറിനെ കുറിച്ചുമൊക്കെ ചില നിഗമനങ്ങളിലെത്തി. അവിടെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ പ്രത്യേകമായിട്ട് പദ്ധതി ഒരുക്കി മുസ്ലിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ഒരു പ്രചരണം നടത്തുകയുണ്ടായി. അതോടൊപ്പം RSS ദീർഘകാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്രകാരം ലവ് ജിഹാദ് പോലുള്ള ആക്ഷേപങ്ങളാണ്. അങ്ങനെ ചില പ്രത്യേക പ്രദേശങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഇപ്രകാരം നിഗമനങ്ങളൊന്നും ശരിയായ ഒന്നല്ല. പിന്നെ ഇവിടെ സൂചിപ്പിച്ചു ജാതിരഹിത വിവാഹം. ജാതിരഹിത വിവാഹവും മതരഹിത വിവാഹവും വിശ്വാസങ്ങൾക്കപ്പുറമുള്ള വിവാഹവും ഒക്കെ രാജ്യത്ത് നിലവിലുണ്ട്, നിയമപ്രകാരം നിലവിലുണ്ട്. അത് നിയമപ്രകാരം സ്റ്റേറ്റ് തന്നെ അത് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതാണ്. അപ്രകാരം ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളികളോ മറ്റോ ഉണ്ടായാൽ സ്റ്റേറ്റ് തന്നെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതാണ്. അതിന് DYFIക്ക് പ്രത്യേകമായിട്ട് പിന്നെ അതിലേതെങ്കിലും ഒരു അജണ്ടയൊന്നുമില്ല ഇല്ല. പിന്നെ മതവിശ്വാസത്തെ സംരക്ഷിക്കാൻ പുരോഹിതർ നടത്തുന്ന പ്രതികരണങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ, ആ പുരോഹിതർ നടത്തുന്ന പ്രതികരണങ്ങളിൽ DYFIയെയും CPIM-നെയും SFIയെയും ഒക്കെ വലിച്ചടയ്ക്കുന്നത് എന്തിനാണ്? അഭിലാഷ്, 1 മിനിറ്റ് കൂടി എനിക്ക് തരണം, ഞാൻ പറയാം. ഇവിടെ മാർക്സിസത്തെ മതവിരുദ്ധമാണ്, മതനിരാസമാണെന്ന്
പറയാൻ ഇവർ ശ്രമിക്കുകയുണ്ടായി. ഞാൻ അതുകൂടി ഒന്ന് പറഞ്ഞോട്ടെ. മാർസിന്റെ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറയുന്ന ആ ഉദ്ധരണിയെ അടർത്തിയെടുത്തുകൊണ്ടാണ് ദീർഘകാലമായി പ്രചരണം നടക്കുന്നത്. വാസ്തവത്തിൽ അന്ന് യൂറോപ്പിൽ ഉണ്ടായിരുന്ന വേദന സംഹാരിയായ ഒപ്പിയം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അതാണ് ഈ കറുപ്പ് എന്ന് പറയുന്നത്, ഒപ്പിയം എന്ന് പറയുന്നത് വേദന സംഹാരിയാണ്. മാർസ് പറഞ്ഞ ഉദ്ധരണി ഇങ്ങനെയാണ്: മതം മർദ്ദിത ജീവിയുടെ നിശ്വാസമാണ്, ഹൃദയശൂന്യമായ ലോകത്തിന്റെ ഹൃദയമാണത്, അതുപോലെ തന്നെ ഉന്മേഷരഹിതമായ സാഹചര്യങ്ങളിലെ ലഹരിയുമാണത്. അതിനുശേഷമാണ് ഈ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന പ്രശ്നങ്ങൾ നേരിടുന്ന സാധാരണ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വൈരുദ്ധ്യാത്മക ഭൗതികവാദ ദർശനമാണ് മാർക്സിസത്തിന്റെ കാതൽ. സൂപ്പർ പ്രൈം ടൈമിന്റെ സമയം അവസാനിക്കുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റുകൾക്കും. നന്ദി.